നമസ്കാരം. സംസ്ഥാനത്ത് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ കോട്ടകൾ കാത്ത് UDF-ഉം LDF-ഉം കളം നിറഞ്ഞപ്പോൾ ജയപ്രതീക്ഷയുയർത്തിയ പാലക്കാട് വോട്ട് കുത്തനെ കുറഞ്ഞ് കൈപൊള്ളിയത് BJP-ക്കാണ്. വയനാട് ലോക്സഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി നേടിയതിനേക്കാൾ തിളക്കമുള്ള വിജയം നൽകിയാണ് പ്രിയങ്കയെ വയനാട് പാർലമെന്റിലേക്ക് അയച്ചത്. പാലക്കാട് ചരിത്ര ഭൂരിപക്ഷത്തിൽ വിജയിച്ച് ഷാഫിയുടെ പിൻഗാമിയായി രാഹുൽ മാങ്കൂട്ടത്തിൽ. ഇടത് കോട്ട വിടാതെ കാത്തു ചേലക്കരയിൽ UR പ്രദീപ്. ദേശീയതലത്തിലാകട്ടെ മഹായുദ്ധം ജയിച്ച BJP മഹാരാഷ്ട്രയിൽ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി അടുത്ത സർക്കാരിനെ നയിക്കാനുള്ള ഒരുക്കം തുടങ്ങി. ജാർഖണ്ഡിൽ എതിരാളികളെ നിഷ്പ്രഭമാക്കി ജാർഖണ്ഡ് മുക്തി മോർച്ച. ദേശീയ രാഷ്ട്രീയത്തിൽ വളരെ നിർണായകമായ മഹാരാഷ്ട്ര ജാർഖണ്ഡ് തെരഞ്ഞെടുപ്പുകളുടെ വിശദമായ ചർച്ചയിലേക്ക് വരാം. ആദ്യം ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകളിലേക്ക്. പാലക്കാടൻ ത്രില്ലറിൽ കോട്ടകാത്ത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഉജ്ജ്വല വിജയം. ഷാഫി പറമ്പിലിനേക്കാൾ 4 ഇരട്ടി ഭൂരിപക്ഷം നേടി ചരിത്രമെഴുതി. നഗരസഭയിലും ലീഡ് നേടി കോൺഗ്രസിന്റെ അത്ഭുത മുന്നേറ്റം. പാലക്കാട്ടെ ശക്തി കേന്ദ്രങ്ങളിൽ പോലും അടിതെറ്റി BJP. നഗരമേഖലയിൽ പ്രതീക്ഷിച്ച ഭൂരിപക്ഷം കിട്ടാതെ വൻ വോട്ട് ചോർച്ച. കഴിഞ്ഞ വട്ടം കിട്ടിയത് E. ശ്രീധരനുള്ള വ്യക്തിപരമായ വോട്ട് കൂടിയെന്ന C. കൃഷ്ണകുമാറിന്റെ ന്യായീകരണം. കഴിഞ്ഞ 3 തവണ UDF ജയിച്ച ഒരു അസംബ്ലി മണ്ഡലത്തിൽ ഞങ്ങൾ 2ാം സ്ഥാനത്താണ് ഉണ്ടായിരുന്നത്. ഞങ്ങളുടെ പരാജയം എന്തോ ഞങ്ങളുടെ സിറ്റിംഗ് സീറ്റ് നഷ്ടപ്പെട്ട പോലെയാണ് എല്ലാവരും ആഘോഷിക്കുന്നത്. ഇത് ഞങ്ങളെ സംബന്ധിച്ചോളം അങ്ങനെയൊന്നും ഞങ്ങൾ നിരാശരാവില്ല. ഞങ്ങൾ തിരിച്ചടികളിൽ നിന്ന് അതിൽ പാഠം ഉൾക്കൊണ്ട് ഞങ്ങൾ മുന്നോട്ട് വരും. ഇത്തവണയും 3ാം സ്ഥാനത്ത് നിന്ന് മോചനമില്ലാതെ പാലക്കാട്ടെ CPIM. BJP-യുമായുള്ള വോട്ട് വ്യത്യാസം 2000 വോട്ടായി കുറച്ച് സരിന്റെ മുന്നേറ്റം. പാലക്കാട് വിജയിച്ചത് മഴവിൽ സഖ്യമെന്ന് MV ഗോവിന്ദൻ. BJP-യുടെ വോട്ട് എവിടെ പോയെന്നും ചോദ്യം. BJP-യാണ് അപകടം എന്ന് ചൂണ്ടിക്കാണിച്ച് വലിയ രീതിയിൽ ന്യൂനപക്ഷ വോട്ട് ആകർഷിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ ആരെക്കാളും മുമ്പന്തിയിൽ നിന്നത് ലീഗിൻ്റെ ഒപ്പം SDPIയും ജമാഅത്ത് ഇസ്ലാമുമാണ്. ഈ ഒരു മഴവിൽ സഖ്യമാണ് യഥാർത്ഥത്തിൽ അവിടെ പ്രവർത്തിച്ചത്. കാൽനൂറ്റാണ്ടിന്റെ ചേലക്കര ചെങ്കോട്ട നിലനിർത്തി UR പ്രദീപ്. തുടക്കം മുതൽ വോട്ടിടിവില്ലാതെ മുന്നേറ്റം. രമ്യ ഹരിദാസിലൂടെ അട്ടിമറി വിജയം പ്രതീക്ഷിച്ച UDF-ന് കടുത്ത നിരാശ. വോട്ട് കൂട്ടി BJP സ്ഥാനാർത്ഥി K. ബാലകൃഷ്ണൻ. ഭരണവിരുദ്ധ വികാരമെന്ന പ്രതിപക്ഷ പ്രചാരണം പൊളിഞ്ഞെന്ന പിണറായി വിജയൻ. ചേലക്കരയിലെ വിജയമുയർത്തി 3ാം ഇടതു സർക്കാർ എന്ന പ്രചാരണത്തിന് തുടക്കമിട്ട് CPIM നേതാക്കൾ. LDF-ന്റെ നിറം മങ്ങിയ പ്രകടനം പിണറായി വിരുദ്ധതയ്ക്ക് തെളിവെന്ന് K. സുധാകരൻ. ചേലക്കരയിലെ തോൽവി കോൺഗ്രസ് പരിശോധിക്കുമെന്ന് K. മുരളീധരൻ. ജനങ്ങൾ നൽകിയത് വാണിംഗ്. തിരിച്ചടി പാർട്ടി ഗൗരവത്തിൽ തന്നെ കാണും. ഒരു വാണിംഗും ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ഭൂരിപക്ഷം 4-1 കുറച്ചെന്ന് K. സുധാകരൻ. ഭരണവിരുദ്ധ വികാരം പ്രകടമെന്ന് VD സതീശൻ. കന്യാംഗത്തിൽ പ്രിയങ്ക ഗാന്ധിക്ക് മിന്നും ജയം നൽകി വയനാട്. ഭൂരിപക്ഷം 4 ലക്ഷത്തിലേറെ. പ്രചാരണത്തിലെ നിസ്സംഗത വോട്ട് നിലയിലും തുടർന്ന് LDF. 1 ലക്ഷത്തിലേറെ വോട്ട് നേടി നവ്യ ഹരിദാസ്. വയനാട് ജനതയ്ക്ക് നന്ദി പറഞ്ഞ് പ്രിയങ്ക ഗാന്ധി. It's a testament to the fact that my brother worked hard there and their love for him and their trust in me. I just was happy getting the love of the people. മഹാരാഷ്ട്രയിൽ കൊടുങ്കാറ്റായി മഹായുതി. അധികാരം ഉറപ്പിച്ച് BJP ശിവസേന NCP സഖ്യം. തകർന്നടിഞ്ഞ മഹാവികാസ് അഘാടി. ദേവേന്ദ്ര ഫട്നാവിസ് മുഖ്യമന്ത്രി പദത്തിലേക്കെന്ന സൂചന.
അവകാശവാദം ഉന്നയിച്ച് BJP നേതാക്കൾ. ജാർഖണ്ഡ് പോരാട്ടത്തിൽ ഇന്ത്യ സഖ്യത്തിന്റെ തേരോട്ടം. എക്സിറ്റ് പോൾ ഫലങ്ങളെ നിഷ്പ്രഭമാക്കി 81-ൽ 54 സീറ്റുമായി ഇന്ത്യ സഖ്യം. ഹേമന്ത് സോറൻ വീണ്ടും മുഖ്യമന്ത്രി കസേരയിലേക്ക്. പെർത്ത് ക്രിക്കറ്റ് ടെസ്റ്റിൽ ഓസ്ട്രേലിയക്കെതിരെ ഇന്ത്യ മികച്ച ലീഡിലേക്ക്. രണ്ടാം ഇന്നിംഗ്സിൽ ലീഡ് 218 യശസ്വിയും രാഹുലും ക്രീസിൽ. ഓസീസിനെ ഇന്ത്യ എറിഞ്ഞിട്ടത് 104 റൺസിന്. ബുംറയ്ക്ക് 5 വിക്കറ്റ്. മഹായുദ്ധം ജയിച്ച് BJP. ജാർഖണ്ഡിൽ JMM തേരോട്ടം. സനോജ്, എന്തായാലും ദേശീയ തലത്തിലേക്ക് തെരഞ്ഞെടുപ്പിലേക്ക് വന്നാൽ വലിയ ആവേശത്തോടെയുള്ള തെരഞ്ഞെടുപ്പ് ഫലങ്ങളാണ് വന്നത്. എന്തായാലും മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് ഫലം എന്താണ്, ഏത് തരത്തിലാണെന്ന് കൂടി നമുക്ക് പ്രകടമാകുന്ന ഒരു വാർത്തയിൽ കൂടി പോയതിനു ശേഷം ചർച്ചയിലേക്ക് മടങ്ങിയെത്താം. ഉദ്വേഗജനകമായ തെരഞ്ഞെടുപ്പിൽ മഹായുതിക്ക് മഹാരാഷ്ട്രീയ വിജയം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ ആത്മവിശ്വാസവുമായി ഇറങ്ങിയ മഹാവികാസ് അഘാഡി സഖ്യത്തിനേറ്റത് കനത്ത പ്രഹരമാണ്. 120-ലധികം സീറ്റുമായി BJP ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി. മറാത്ത ശക്തർ പിൻസീറ്റിലേക്ക് മാറിയ പോരാട്ടത്തിൽ ഷിൻഡെയോ ഫട്നാവിസോ അടുത്ത മുഖ്യമന്ത്രി എന്നത് മാത്രമാണ് ഇനിയുള്ള ചോദ്യം. എക്സിറ്റ് പോളുകൾ തെറ്റിയില്ല. ആദ്യ മണിക്കൂറുകൾ മുതൽ 3-1 ലീഡുമായി മുന്നേറിയ മഹായുദ്ധിക്ക് ഹാട്രിക് വിജയം. 2014-ലെ മോദി തരംഗത്തെയും മറികടന്ന BJP ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി. ഒരു വശത്ത് BJPക്ക് മറാഠ മണ്ണിൽ ചരിത്ര വിജയമെങ്കിൽ മറുവശത്ത് മത്സരിച്ച 103 സീറ്റുകളിൽ 2 ഡസനോളം സീറ്റ് മാത്രം നേടിയ കോൺഗ്രസിന്റെ പതനമാണ്. കൂട്ടിവെച്ചാൽ പോലും BJPയുടെ പകുതി എത്താതെ മഹാവികാസ് അഘാഡി സഖ്യം 60-ൽ താഴേക്കൊതുങ്ങി. ലോക്സഭാ ഫലത്തോടെ BJP ദുർബലമായെന്ന വാദം മാറ്റിയെഴുതുന്ന ഈ വിധി ദേശീയ രാഷ്ട്രീയത്തിലും കോൺഗ്രസിന് വലിയ നിരാശയുണ്ടാക്കും. കരാട് സൗത്തിൽ മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ പൃഥ്വിരാജ് ചവാൻ, ബാരാമതിൽ അജിത് പവാറിനോട് തോറ്റ ശരത് പവാറിന്റെ ചെറുമകൻ യുഗേന്ദ്ര പവാർ, അങ്ങനെ തോറ്റവരുടെ നിര പ്രമുഖരുടേതാണ്. പരുത്തി മേഖലയായ വിദർഭയിലെ കർഷകരോഷം തുണയ്ക്കുമെന്ന കണക്കുകൂട്ടലിലും കോൺഗ്രസിന് പിഴച്ചു. 62 സീറ്റുള്ള മേഖലയിൽ ഫട്നാവിസിന്റെ നാഗ്പൂർ സൗത്ത് വെസ്റ്റ് അടക്കം 40-ലധികം സീറ്റാണ് മഹായുദ്ധി പിടിച്ചത്. ശിവസേന NCP പിളർപ്പുകൾക്ക് ശേഷം നടന്ന ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പായിരുന്നു ഇത്. 2019 മുതൽ ആരംഭിച്ച രാഷ്ട്രീയ കോലാഹലങ്ങളിൽ ആരാണ് യഥാർത്ഥ ശിവസേനയെന്നും ആരാണ് യഥാർത്ഥ NCPയുമെന്ന തർക്കത്തിൽ ഉദ്ധവ് ശരത് പവാർ പക്ഷത്തിന് കടുത്ത തിരിച്ചടിയാണിത്. അധികാര രാഷ്ട്രീയത്തിൽ റിട്ടയർമെന്റ് പ്രഖ്യാപിച്ച ഈ തെരഞ്ഞെടുപ്പിൽ ശരത് പവാർ അടക്കമുള്ള അധികായർക്ക് കാലിടറി. എന്നാൽ പ്രസക്തമായ ചോദ്യം മുഖ്യമന്ത്രി ആരാകുമെന്നതാണ്. ഏക് ഹേ തോ സേഫ് ഹേ, മോദി ഹേ തോ മുംകിൻ ഹേ. ഒന്നിച്ചു നിന്നാൽ സേഫായിരിക്കാമെന്നും മോദി ഉണ്ടെങ്കിൽ എന്തും സാധിക്കാമെന്നുമാണ് ഈ ചോദ്യത്തിന് ദേവേന്ദ്ര ഫട്നാവിസ് നൽകിയ മറുപടി. ഭരണം പിടിക്കാൻ 145 സീറ്റ് വേണ്ടയിടത്ത് 120-ലധികം സീറ്റുകൾ BJPയുടെ കയ്യിലാണ്. എന്നാൽ ഏറ്റവും വലിയ കക്ഷിക്ക് മുഖ്യമന്ത്രി പദം എന്നൊരു തീരുമാനമില്ലെന്ന് ഷിൻഡെ പറയുന്നു. BJPയും സേനയും ഒന്നിച്ച് ഭൂരിപക്ഷം കടക്കുമെന്ന സ്ഥിതിയായതിനാൽ കിങ് മേക്കറാകാനുള്ള അജിത് പവാറിന്റെ അവസരവും അസ്തമിച്ചു. സഭാ കാലാവധി നവംബർ 26-ന് അവസാനിക്കുമെന്നതിനാൽ സർക്കാർ രൂപീകരിക്കാൻ 72 മണിക്കൂറാണ് ഇനി മുന്നിലുള്ളത്. നവംബർ 25-ന് നിയമസഭാ കക്ഷിയോഗം ചേർന്ന് 26-ന് സത്യപ്രതിജ്ഞാ ചടങ്ങ് നടത്താനുള്ള ഒരുക്കങ്ങൾ BJP ആരംഭിച്ചു കഴിഞ്ഞു. നാടകങ്ങൾ അരങ്ങേറാതെ സർക്കാർ രൂപീകരിക്കാൻ മഹായുദ്ധിക്ക് കഴിയുമോ എന്നത് 2 ദിവസത്തിൽ അറിയാം. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം. സനോജ്, മഹാരാഷ്ട്രയുടെ ഒരു തെരഞ്ഞെടുപ്പ് ചിത്രം വ്യക്തമാകുമ്പോൾ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരുപക്ഷെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം വരുന്ന രണ്ടാമത്തെ ഒരു ഘട്ട നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയാം. ഒരുപക്ഷെ ജമ്മു കാശ്മീർ ഹരിയാന തെരഞ്ഞെടുപ്പിന് ശേഷം വരുന്ന ഒരു തെരഞ്ഞെടുപ്പ്, അവിടെയും സമാനമായൊരു ഒരുപക്ഷെ ഒരു ഫലം എന്ന് പറയാം. ഒരു ഘട്ടത്തിൽ ഒരു ഭാഗത്ത് BJPക്ക് വലിയ വിജയം നൽകുമ്പോൾ മറ്റൊരു ഭാഗത്ത് ഇന്ത്യ സഖ്യം നിലനിൽക്കുന്നത് പ്രാദേശിക പാർട്ടിയുടെ ഒരു കരുത്തിൽ ഞങ്ങളും ജയിച്ചു എന്ന് പറയാം എന്ന് പറയും. പക്ഷേ ഇത്തവണ മഹാരാഷ്ട്രയിൽ ഒരുപക്ഷെ BJPയുടെ എല്ലാ തന്ത്രങ്ങളും ഫലിച്ചു, അത് കൃത്യമായി നടപ്പാക്കാനായി എന്ന് തന്നെ നമ്മൾ ഈ ഘട്ടത്തിൽ പറയേണ്ടി വരും, അല്ലേ? തീർച്ചയായിട്ടും. അതായത് നമുക്കറിയാം, ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത്
ഇന്ത്യ സഖ്യത്തിനുണ്ടായിട്ടുള്ള ഒരു മുന്നേറ്റമുണ്ട്. എല്ലാ സംസ്ഥാനങ്ങളെ സംബന്ധിച്ചും അവർ വളരെ അപ്രതീക്ഷിതമായിട്ട് അല്ലെങ്കിൽ അവർ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഇന്ത്യ സഖ്യം മുന്നേറുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നു. ആ സാഹചര്യം തുടരും എന്നുള്ള രീതിയിലുള്ള ഒരു പ്രതീക്ഷ പ്രത്യേകിച്ച് മഹാരാഷ്ട്രയിൽ, കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയ കാര്യമായിരുന്നു അവരെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ ആ ഒരു പ്രതീക്ഷയെ എല്ലാ അർത്ഥത്തിലും നിഷ്പ്രഭമാക്കുന്ന രീതിയിലേക്ക് ഇപ്പോൾ മഹായുതി സഖ്യത്തിൻ്റെ ഒരു തേരോട്ടം തന്നെ നടന്നിരിക്കുന്നു എന്ന് പറയാം. കാര്യം 2019 ശേഷം, അതായത് BJP ഫഡ്നാവിസ് അതിനു മുൻപ് ഭരിച്ചിരുന്നതിൽ നിന്ന് ശിവസേനയെ പിളർത്തുന്നു, NCP യെ പിളർത്തുന്നു, മറ്റൊരു സർക്കാർ രൂപീകരണത്തിലേക്ക് അവർ പോകുന്നു, ഷിൻഡെ വിലപേശുന്നു, മുഖ്യമന്ത്രിയാവുന്നു, ഫഡ്നാവിസിനെ ഉപമുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നു, അതുപോലെ അജിത് പവാറിനെ ഉപമുഖ്യമന്ത്രിയായിട്ട് കൊണ്ടുവരുന്നു. ഇതിൽ നിന്ന് ഒരു വലിയ രീതിയിൽ ഉദ്ധവ് താക്കറെയെ സംബന്ധിച്ച് ഇതിനൊരു തിരിച്ചടി കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന സമയത്താണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നതും ഇന്ത്യ സഖ്യത്തിന് മേൽക്കൈ നല്ല രീതിയിലുള്ള ഒരു പെർഫോമൻസ് ഉണ്ടാവുന്നതും. ആ ഒരു പ്രതീക്ഷയിൽ നിന്നുകൊണ്ടാണ് അവർ പ്രചരണത്തെ നേരിട്ടത്. പക്ഷേ ഇതിനെല്ലാം അപ്രസക്തമാക്കുകയാണ് മഹാരാഷ്ട്രയിലെ ഫലം എന്ന് പറയേണ്ടി വരും നമുക്ക്. അതോടൊപ്പം ഒരുപക്ഷെ നേരത്തെ ഒരു കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ മഹാവികാസ് അഘാഡി ഉണ്ടാക്കുന്ന ഒരു സമയത്ത് അന്ന് തിരിച്ചടി നേരിട്ട അതേ തന്ത്രം തിരിച്ചു പയറ്റുകയാണ്. രണ്ട് പാർട്ടികളെ ഛിന്ന ഭിന്നമാക്കി അത് കൃത്യമായി നടപ്പാക്കി വിജയിച്ചു എന്ന് മാത്രമേ. ഇത്തവണ ഒരുപക്ഷെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി വരുമ്പോൾ അവിടെ ഉപമുഖ്യമന്ത്രിയായി തന്നെ ഫഡ്നാവിസ് ഇരിക്കുമോ എന്ന കാര്യത്തിൽ മാത്രമാണ് ഈ ഘട്ടത്തിൽ നമുക്ക്. അതെ, ഇത് ഇലക്ഷൻ കഴിഞ്ഞ ദിവസങ്ങളിൽ, അതായത് 20-ാം തീയതി നവംബർ 20-ന് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം കഴിഞ്ഞ 2 ദിവസങ്ങളിൽ BJPയുടെ എല്ലാ നേതൃത്വവുമായിട്ടും അല്ലെങ്കിൽ മറ്റ് ഘടകകക്ഷികളെല്ലാം തന്നെ വലിയ രീതിയിലുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ വിലപേശലുകൾ എന്ന് വേണമെങ്കിൽ പറയാം. കാര്യം ദേവേന്ദ്ര ഫഡ്നാവിസിനെ സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവരാനുള്ള റൈറ്റ് ഉണ്ട് എന്നുള്ള രീതിയിലുള്ള BJPയുടെ മറ്റ് നേതാക്കളുടെ പ്രതികരണങ്ങൾ വന്നിരുന്നു. അതേസമയം തന്നെയാണ് ഷിൻഡെ പക്ഷത്തു നിന്നുള്ള നേതാക്കൾ ഷിൻഡയെ മുൻനിർത്തിയാണ് ഒരു സർക്കാരിനെ മാറ്റി മറ്റൊരു സർക്കാരിനെ ഇവിടെ കൊണ്ടുവരാൻ വേണ്ടി കഴിഞ്ഞ തവണ ഫഡ്നാവിസിന് കഴിഞ്ഞത്. അതുകൊണ്ട് ഷിൻഡേക്കുള്ള പ്രസക്തി ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എന്ന് പറയുന്നു. ഇന്ന് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്നു കഴിഞ്ഞ് ദേവേന്ദ്ര ഫഡ്നാവിസും ഏക്നാഥ് ഷിൻഡെയും അജിത് പവാറും കൂടെ സംയുക്ത വാർത്താ സമ്മേളനം നടത്തുമ്പോൾ പറഞ്ഞിരിക്കുന്ന വാചകങ്ങളിൽ തന്നെ ഇതുണ്ട്. അതായത് ദേവേന്ദ്ര ഫഡ്നാവിസ് എന്ത് പറയുന്നു? എല്ലാവരും ഒരുമിച്ച് നിന്നാൽ സേഫാണ് എന്നാണ് പറയുന്നത്. അതിന് ഷിൻഡെ പറയുന്ന മറുപടി എന്ന് പറയുന്നത്, അതിനു മുൻപ് മാധ്യമങ്ങൾ കണ്ടപ്പോൾ ഷിൻഡെ ഒറ്റയ്ക്ക് പറഞ്ഞത് മുഖ്യമന്ത്രി ആവുന്നത് ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാണല്ലോ, അതിൻ്റെ നേതാവാണല്ലോ എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഒന്നില്ല രാഷ്ട്രീയത്തിൽ എന്നാണ്. ആരാണ് അവിടെ ഏറ്റവും കൂടുതൽ ബാർഗെയിനിങ് പവർ ഉള്ളത്, അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്കത് സ്റ്റേക്ക് ഹോൾഡ് ചെയ്യാൻ കഴിയും എന്ന തരത്തിൽ ഇൻഡയറക്റ്റ്ലി ഷിൻഡെ സംസാരിക്കുകയാണ്. ഈ ചർച്ച 2-3 ദിവസമായി നടക്കുന്നു. ഇന്ന് ഏതായാലും പക്ഷേ ഒരു വലിയ ബലാബലത്തിന് പോകാവുന്ന തരത്തിലല്ല എങ്കിൽ പോലും BJPയെ സംബന്ധിച്ചും വലിയ കോൺഫിഡൻസ് ഉണ്ട്. കാരണം അവരുടെ മൊത്തം സീറ്റ് നിലയിൽ നിന്ന് 50 സീറ്റുകളോളം സഖ്യത്തിന് തന്നെ വർദ്ധിച്ചിരിക്കുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. ഒപ്പം തന്നെ അവർ സ്വന്തം നിലയ്ക്ക് കൂടുതൽ സീറ്റുകളിലേക്ക് വന്നിരിക്കുന്നു. ഇതുകൊണ്ട് തന്നെ ഇത്തവണ കുറച്ചുകൂടെ വലിയ രീതിയിൽ ഒരു ആവശ്യം ഉന്നയിക്കാൻ ഫഡ്നാവിസിന് കഴിയും. പക്ഷേ ഇടയിലുള്ള ഉൾപ്പെരിവുകൾ എന്താണെന്ന് വെച്ചാൽ പല നേതാക്കളെ വെച്ചുകൊണ്ട് തന്നെ ഈ ബാർഗെയിനിങ് വളരെ സജീവമായി നടക്കുന്നു. ഇപ്പം JP നഡ്ഡ അവരുടെ പാർട്ടി ഹെഡ്ക്വാർട്ടേഴ്സിൽ ഇപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. മോദിയുടെ ആശംസകൾ വന്നു കഴിഞ്ഞു. എല്ലാ നേതാക്കളും ഇടപെടുന്നു. വലിയ രീതിയിലൊരു പ്രശ്നത്തിലേക്ക് പോകാൻ തന്നെ അവർക്ക് മന്ത്രിസഭാ രൂപീകരണത്തിലേക്ക് എത്തിക്കാൻ അധികം സമയവുമില്ല. ഇനി ഒരു 72 മണിക്കൂറിനുള്ളിൽ തന്നെ ഇത്തരം തീരുമാനങ്ങളിലേക്ക് കൂടി പോകുന്നു തോന്നുന്നു. ഇപ്പോൾ സനോജ് പറഞ്ഞതുപോലെ ഈ മാധ്യമങ്ങളെ കാണുമ്പോൾ ഏക്നാഥ് ഷിൻഡെ മധ്യത്തിൽ ഇരുന്നു കൊണ്ട് മാധ്യമങ്ങളെ കണ്ടതുപോലും പലതരത്തിൽ ആളുകൾ വ്യാഖ്യാനിക്കുന്നുണ്ട്. 2 ഉപമുഖ്യമന്ത്രിമാരെ തന്റെ 2 വശത്തിലാക്കി വെച്ച് വീണ്ടും ഒരു സർക്കാർ ആ തരത്തിൽ തന്നെ വരുമോ എന്ന കാര്യത്തിൽ നമ്മോടൊപ്പം നാഷണൽ ഡെസ്കിൽ നിന്ന് ശ്രീജിത്ത് ബാലകൃഷ്ണനും അതോടൊപ്പം അഗസ്റ്റിൻ സെബാസ്റ്റ്യനും കൂടി ചേരുന്നുണ്ട്. ആദ്യം ശ്രീജിത്ത്, ഇത്തരത്തിൽ ഇപ്പോൾ സനോജ് പറഞ്ഞതുപോലെ ഒരു വലിയ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു വലിയ തിരിച്ചടി സത്യത്തിൽ 3-ാം തവണ നരേന്ദ്രമോദി സർക്കാർ വന്നെങ്കിൽ കൂടി അതൊരു മിന്നുന്ന വിജയമായിരുന്നില്ല മോദി സർക്കാരിനുണ്ടായത്. പ്രത്യേകിച്ച് 48 സീറ്റൊക്കെയുള്ള മഹാരാഷ്ട്ര ആ തരത്തിൽ അല്ല NDAക്ക് ഒരു സീറ്റുകൾ നൽകിയത്. പക്ഷേ അതിന് തൊട്ടു പിന്നാലെ വരുന്ന ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ കൃത്യമായി തന്നെ ഒരു ഭരണവിരുദ്ധ വികാരം പ്രതിഫലിക്കേണ്ട ഒരു സാഹചര്യത്തിൽ പോലും അതിനേക്കാൾ മികച്ച തരത്തിൽ ഒരു സർക്കാർ ഉണ്ടാക്കാൻ എങ്ങനെയാണ് സാധിച്ചത്? എന്താണ് ഈ തവണത്തെ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ഏറ്റവും അധികം അവരുടെ പ്രചാരണത്തിൽ ഗുണമായത്?
രജിഷി പറഞ്ഞ പോലെ ശരിയാണ്. കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ മഹാരാഷ്ട്രയിൽ നിന്നൊരു 10 സീറ്റോ അല്ലെങ്കിൽ 20 സീറ്റോ ഒക്കെ കൂടുതൽ പ്രതീക്ഷിച്ചിരുന്ന BJP 400 എന്ന മാന്ത്രിക സംഖ്യയാണ് പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷെ അതിൽ ഏറ്റവും തിരിച്ചടിയായത് മഹാരാഷ്ട്രയാണ്, നമുക്കറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏത് വിധേനയും മഹാരാഷ്ട്രയിൽ അധികാരത്തിൽ തുടരുക എന്നുള്ള ആവശ്യം BJPയുടേത് മാത്രമായിരുന്നു. അത് മാത്രമല്ല, ഏകനാഥ് ഷിൻഡെ പോലൊരു ശിവസേനയിൽ നിന്ന് പിളർത്തിയെടുത്ത നേതാവിനെ മുഖ്യമന്ത്രിയാക്കിക്കൊണ്ടാണ് അവർ അധികാരത്തിൽ തുടരുന്നത്. പകരം മഹാരാഷ്ട്ര ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനം എന്ന നിലയിൽ, അല്ലെങ്കിൽ മുംബൈ ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനം എന്ന നിലയിൽ മഹാരാഷ്ട്രയിൽ മുഖ്യമന്ത്രിയാകുക, മഹാരാഷ്ട്രയിൽ അധികാരത്തിൽ തുടരുക, മഹാരാഷ്ട്രയിൽ അധികാരം സ്ഥാപിക്കുക എന്നത് BJPയുടെ എക്കാലത്തെയും വലിയ ആവശ്യമായിരുന്നു. അതിൻ്റെ ഒരു വലിയ പ്ലാനായിരുന്നു കഴിഞ്ഞൊരു 10 വർഷമായിട്ട് BJP വർക്കൗട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഈ കഴിഞ്ഞൊരു പീരീഡിൽ ഉപമുഖ്യമന്ത്രി പദത്തിലേക്ക് മാറി ഒതുങ്ങി സൈലന്റ് ആയിരുന്നെങ്കിൽ പോലും മഹാരാഷ്ട്രയുടെ നേതൃത്വത്തിലേക്ക്, മഹാരാഷ്ട്രയുടെ ഭരണസിരാ കേന്ദ്രത്തിലേക്ക് വരാനുള്ള ശ്രമങ്ങളാണ് BJP നടത്തിയത്. അതിന്റെ ഏറ്റവും വലിയ പാഠം അവർക്ക് നൽകിയത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പരാജയമാണ്. അവിടെ ഒരുപാട് വിഷയങ്ങളുണ്ടായിരുന്നു. നമുക്കറിയാവുന്നതുപോലെ തന്നെ വിളനാശം, കർഷകർ നേരിട്ട പ്രശ്നങ്ങൾ, മഹാരാഷ്ട്രയിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ, മറാത്ത പ്രക്ഷോഭം, സംവരണ വിഷയങ്ങൾ, ഇതൊക്കെ BJPയെ വലിയ രൂപത്തിൽ അലട്ടിയിരുന്നു. അതുമാത്രമല്ല, ദളിത് പിന്നോക്ക വിഭാഗങ്ങളിൽ BJPക്കുണ്ടായ അകൽച്ച, ഇതിനെയൊക്കെ മറികടക്കാൻ വലിയ രൂപത്തിലുള്ള സോഷ്യൽ എഞ്ചിനീയറിംഗ്, ഒരു മൈക്രോ എഞ്ചിനീയറിംഗ് പ്ലാനിംഗ് BJP വളരെ ഭംഗിയായി കഴിഞ്ഞ ഒരു 2.5 വർഷമായി നടത്തിയെടുത്തതിന്റെ ഫലമാണ്, അതിന്റെ വിജയമാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. അത് ഏറ്റവും വലുത് മറാത്താവാദയിൽ, അതായത് ഏതാണ്ട് ഒരു 8 ജില്ലകൾ വരുന്ന മറാത്താവാദയിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് വലിയ തിരിച്ചടി കിട്ടി. അത് മറികടക്കാൻ എന്തൊക്കെ ചെയ്യാമെന്ന് BJP ആദ്യം തന്നെ ആലോചിച്ചിരുന്നു. അതോടൊപ്പം തന്നെ കർഷകരുടെ പ്രശ്നങ്ങൾ, അതായത് വിളനാശം, കർഷകർ നേരിട്ട രൂക്ഷമായ ജലക്ഷാമം, അതോടൊപ്പം തന്നെ വരൾച്ച, ഇതിനെ മറികടക്കാൻ, അതായത് മഹാരാഷ്ട്ര നമുക്കറിയാവുന്നതാണ്, സോയാബീൻ, പരുത്തി, കരിമ്പ്, വൈൻ, വാഴപ്പഴം അടക്കമുള്ള വലിയ ഒരു കാർഷിക മേഖല ഉൾപ്പെടുന്ന പ്രദേശമാണ്. അതിൽ വിദർഭയുണ്ട്, വടക്കൻ മഹാരാഷ്ട്രയുണ്ട്, കൊങ്കണുണ്ട്. ഈ മേഖലയിലൊക്കെ ഏതെല്ലാം രൂപത്തിൽ ജനങ്ങളിലേക്ക് ഇറങ്ങാം, ഇടപെടാം എന്ന രൂപത്തിലുള്ള ഒരു വലിയ പ്ലാനിങ് അവർ നടത്തിയിരുന്നു. ഏറ്റവും പ്രധാനമായിട്ട് അവർ ചെയ്തത് സാമുദായിക ഇടപെടലാണ്. അതായത് സമുദായങ്ങളിൽ, പിന്നോക്ക മേഖലകളിൽ BJPക്ക് ഏതെല്ലാം രൂപത്തിൽ അവരുടേതായ രീതിയിൽ ജാതി മത സമവാക്യങ്ങളിൽ എങ്ങനെയെല്ലാം ഇടപെടാം എന്ന രൂപത്തിലുള്ള ചർച്ചകൾ BJP നടത്തിയിരുന്നു. അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ നടത്തി. അതായത് പിന്നോക്ക മേഖലയിൽ, അല്ലെങ്കിൽ മറാത്ത സംവരണ വിഷയം അടക്കമുള്ള വിഷയങ്ങളിൽ BJP ഏതെല്ലാം രൂപത്തിൽ ഇടപെട്ടിരുന്നോ അതിൽ നിന്നെല്ലാം കുറച്ചും കൂടി ഊർജ്ജസ്വലമായി. അതിൻ്റെ ഒരു പാരമ്യത്തിൽ നമ്മൾ പറഞ്ഞാൽ ജാതി മത സമവാക്യങ്ങളെ ഏറ്റവും മനോഹരമായി ഇത്തവണ ഉപയോഗിക്കാൻ കഴിഞ്ഞു. അതിന് ഏറ്റവും വലിയ ഉദാഹരണം ഇവർ നേരത്തെ വീക്ഷണം സൂചിപ്പിച്ച പോലെ ഈ ഭിന്നിച്ചു പോകാതിരിക്കുക, ഹൈന്ദവ വോട്ടുകൾ ഭിന്നിച്ചു പോകാതിരിക്കാൻ എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അത് ചെയ്യുക എന്നുള്ളതായിരുന്നു. അതായത് ഏറ്റവും വലിയ മുദ്രാവാക്യം തന്നെ ബെട്ടേങ്കത്തോ കട്ടേങ്ക എന്നൊരു പ്രയോഗമായിരുന്നു. ആ പ്രയോഗം BJP ഏറ്റവും നന്നായി ഉപയോഗിച്ച ഈ തെരഞ്ഞെടുപ്പിലാണ്. മഹാരാഷ്ട്രയിൽ ഏറ്റവും വിശേഷപ്പെട്ട, അല്ലെങ്കിൽ അവർക്ക് നഷ്ടപ്പെടുമെന്ന് ഉറപ്പിച്ച മേഖലകൾ മറാത്താവാദയിലാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചത്. മറാത്താവാദയിൽ ആ 8 ജില്ലകളിൽ മനോഹരമായി ഉപയോഗിച്ചു. ഏതാണ്ട് 36 മണ്ഡലങ്ങളിൽ അത് ഉപയോഗിച്ചു. അതായത് വോട്ടുകൾ ഭിന്നിച്ചു പോകാതിരിക്കുക, BJPക്ക് ലഭിക്കുന്ന BJPയുടെ വോട്ടുകൾ, അത് അങ്ങനെ തന്നെ പറയേണ്ടതുണ്ട്, ഹൈന്ദവ വോട്ടുകൾ വിശേഷിച്ചും അത് ശിവസേനയ്ക്കും BJPക്കും കിട്ടുന്ന വോട്ടുകൾ ഭിന്നിച്ചു പോകാതിരിക്കാനുള്ള ഏറ്റവും മനോഹരമായ ശ്രമങ്ങൾ നടത്തി. അതോടൊപ്പം തന്നെ കർഷകരെ ഒന്നിച്ചു നിർത്താൻ, ഈ പരുത്തി കർഷകരെയും സോയാബീൻ കർഷകരെയും ഒന്നിച്ചു നിർത്താൻ അവർക്ക് ആവശ്യമായ സഹായ വാഗ്ദാനങ്ങൾ അത് പ്രകടന പത്രികയിൽ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ കർഷകർക്ക് സൗജന്യ വൈദ്യുതി, അതൊരു വലിയ പ്രശ്നമായിരുന്നു. സൗജന്യ വൈദ്യുതി എന്നുള്ളത് ദീർഘകാലമായി മഹാരാഷ്ട്രയിൽ കർഷകർ ആവശ്യപ്പെട്ടിരുന്നതാണ്. അത് കൊടുക്കാമെന്നൊരു ഉറപ്പ് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന്, അല്ലെങ്കിൽ NCP ശരത് പവാറിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ പരുത്തി കർഷകരെയും സവാള കർഷകരെയും രക്ഷിച്ചെടുക്കാൻ, അല്ലെങ്കിൽ അവർക്കുണ്ടായിരുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കൂടി ഒരു ഇടപെടൽ BJPയുടെ ഭാഗത്തുനിന്നുണ്ടായി. ഇതിൽ ഏറ്റവും പ്രധാനം കാർഷിക പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നുള്ളത് മാത്രമല്ല, സാമുദായിക വിഷയങ്ങളിൽ അല്ലെങ്കിൽ മത വിഷയങ്ങളിൽ. ശ്രീജിത്ത്, ഇപ്പോൾ BJP ആസ്ഥാനത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയാണ്. അതിലേക്ക് ജയ് ഭവാനി, ജയ് ഭവാനി, ജയ് ഭവാനി, जय भवानी। आज हम यहां पर एक और ऐतिहासिक महाविजय का उत्सव मनाने के लिए इकट्ठे हुए हैं। आज महाराष्ट्र में विकासवाद की जीत हुई है। महाराष्ट्र में सुशासन की जीत हुई है। महाराष्ट्र में सच्चे सामाजिक न्याय की विजय हुई है।
और साथियों, आज महाराष्ट्र में झूठ, छल, फरेब बुरी तरह हारा है। विभाजनकारी ताकतें हारी है। आज नेगेटिव पॉलिटिक्स की पराजय हुई है। आज परिवारवाद की हार हुई है। आज महाराष्ट्र ने विकसित भारत के संकल्प को और मजबूत किया है। मैं देश भर के भाजपा के, एनडीए के सभी कार्यकर्ताओं को बहुत बहुत बधाई देता हूं, उन सबका अभिनंदन करता हूं। मैं श्री एकनाथ शिंदे जी, मेरे परम मित्र देवेंद्र फडणवीस जी, भाई अजित पवार जी, उन सब की भी भूरी भूरी प्रशंसा करता हूं। साथियों, आज देश के अनेक राज्यों में उपचुनावों के भी नतीजे आए हैं। नड्डा जी ने विस्तार से बताया है, इसलिए मैं विस्तार में नहीं जा रहा हूं। लोकसभा की भी हमारी एक सीट और बढ़ गई है। यूपी, उत्तराखंड और राजस्थान ने भाजपा को जमकर समर्थन दिया है। असम के लोगों ने भाजपा पर फिर एक बार भरोसा जताया है। പ്രധാനമന്ത്രി എന്തായാലും പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുകയാണ്. മഹാരാഷ്ട്രയിലുണ്ടായ വിജയം അത് വികസനത്തിന്റെ വിജയമാണ്, അതോടൊപ്പം സത്യസന്ധതയുടെ വിജയമാണ്, ഈ ഭിന്നിപ്പിക്കാൻ ശ്രമിച്ചവർക്ക് എതിരായ ഒരു വിജയമാണ് എന്ന് പ്രധാനമന്ത്രി പറയുകയാണ്. സനോജ്, നമുക്ക് ഒരിക്കൽ കൂടി ശ്രീജിത്തിലേക്ക് പോയാൽ, ശ്രീജിത്ത്, ഈ പ്രധാനമന്ത്രി ഈ പറയുന്നത് മാത്രമല്ല, അദ്ദേഹം ഒരുപക്ഷെ ഈ കണക്കുകൾ പരിശോധിച്ചാൽ 106 മണ്ഡലങ്ങളിലായി 10 റാലികളിൽ പ്രധാനമന്ത്രി നേരിട്ട് പോയി. ഒരുപക്ഷെ അമിത്ഷായും സമാനമായി ഒരു 16 റാലികളിൽ പങ്കെടുത്തു. ഇത്തരത്തിൽ മോദി അമിത്ഷാ കൂട്ടുകെട്ട് ഒരുപക്ഷെ ഇത്രമാത്രം ഒരു കാടിളക്കി പ്രചാരണം നടത്തിയ സമീപകാലത്ത് ഒരു തെരഞ്ഞെടുപ്പ് ഈ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല. അത്രമാത്രം പ്രാധാന്യമുണ്ടായിരുന്നു മഹാരാഷ്ട്രയിൽ വിജയിക്കുക എന്നത്. അത് BJPയുടെ തന്നെ ഒരു വിജയമായി അഭിമാനത്തോടെ പറയുന്ന ഒരു നിമിഷമാണ് ഇപ്പോൾ. ഈ റാലികളിൽ BJPയുടെ ഈ ഒരു പ്രചാരണ സ്ട്രാറ്റജിയെ എങ്ങനെ പറയാം? തീർച്ചയായും മോദിയും, കാരണം നമ്മൾ സംസാരിച്ച് കഴിഞ്ഞ വിഷയമാണ്, പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ പരാജയം BJPയെ ഒന്ന് ഇരുത്തി ചിന്തിക്കാൻ വളരെയധികം പ്രേരിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തവണ ഏതു വിധേയനെയും എങ്ങനെയും എന്നുള്ളത് വെച്ചാൽ ഏതെല്ലാം രൂപത്തിൽ മഹാരാഷ്ട്രയുടെ രാഷ്ട്രീയ സമുദായ സമവാക്യങ്ങളെ മാറ്റി എഴുതാൻ കഴിയുമോ എന്ന് BJP കഴിഞ്ഞ ഒരു ഏതാണ്ട് 10-15 വർഷമായിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ശിവസേനയുടെ അപ്രമാദിത്വം, NCPക്ക് ലഭിക്കുന്ന സീറ്റുകളുടെ വർധന, ഇതിനെല്ലാം എങ്ങനെ മാറ്റി എഴുതാമെന്നാണ് BJP ആലോചിച്ചുകൊണ്ടിരുന്നത്. അതിനെ പൊളിച്ചെഴുതിയതാണ് കഴിഞ്ഞ തവണ ശിവസേനയെ സ്പ്ലിറ്റ് ചെയ്തു, NCPയെ സ്പ്ലിറ്റ് ചെയ്തു. ഇനി വേണ്ടത് BJPക്ക് ഒറ്റയ്ക്ക് അധികാരത്തിലെത്താൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അതിന്റെ റിസൾട്ട് വരികയും ചെയ്തു. അതുകൊണ്ട് തന്നെയാണ് മോദിയും അമിത്ഷായും അടക്കമുള്ള ആളുകൾ, നദ്ദ അടക്കമുള്ള ആളുകൾ ഏറ്റവും അതായത് നാഗ്പൂർ, വിദർഭ, പശ്ചിമ മഹാരാഷ്ട്ര, കൊങ്കൺ, താനെ അടക്കമുള്ള മേഖലകളിൽ കേന്ദ്രീകരിച്ച് വലിയ റാലികൾ, അതോടൊപ്പം വലിയ യോഗങ്ങളെല്ലാം നടത്തി. അത് മാത്രമല്ല, റാലികളിൽ ആ പ്രഖ്യാപനങ്ങൾ കൂടി ശ്രദ്ധേയമായിരുന്നു.
വരിക്കുക എന്നുള്ളതല്ല ഞങ്ങളുടെ ലക്ഷ്യം. ഭിന്നിക്കൽ നമുക്ക് ആവശ്യമില്ല. പക്ഷേ ഹൈന്ദവർ ഒന്നിച്ചു നിൽക്കണം. യഥാർത്ഥ ശിവസേനയ്ക്കൊപ്പമാണ് നിങ്ങൾ നിൽക്കേണ്ടത്. യഥാർത്ഥ ഹൈന്ദവ വോട്ടുകൾ കേന്ദ്രീകരിക്കേണ്ടതുണ്ട്. അത് ഭിന്നിച്ചു പോകാൻ പാടില്ല എന്ന മുദ്രാവാക്യം, എന്ന ആവശ്യം അത് ശ്രീജിത്ത് തിരിച്ചു വരാം. ഡൽഹിയിൽ നിന്നിപ്പോൾ ശരത് ലാൽ, നമ്മുടെ ലേഖകൻ റിപ്പോർട്ടർ ശരത് ലാൽ ലൈനിലുണ്ട്. ശരത്ത്, എന്താണ് ഇത് സംബന്ധിച്ചുള്ള അവിടെ ഇപ്പോൾ BJP വലിയ രീതിയിലുള്ള പ്ലാനിങ്ങുകൾ നടക്കുകയാണ്. ആരായിരിക്കും മഹാരാഷ്ട്രയിലെ മുഖ്യമന്ത്രി എന്നത് സംബന്ധിച്ചുള്ള തീരുമാനങ്ങൾ വരും. ഒപ്പം തന്നെ ഇപ്പം നരേന്ദ്രമോദി പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നു. JP നഡ്ഡ പറയുന്നുണ്ട് ഇതൊരു ചരിത്രപരമായ വിജയമാണ് എന്ന് പറയുന്നു. പക്ഷേ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം, മോദിയുടെ പ്രസംഗത്തിൽ ആദ്യം ഏക്നാഥ് ഷിൻഡേക്കാണ് നന്ദി പറയുന്നത്, രണ്ടാമത് ഫഡ്നാവിസിന് നന്ദി പറയുന്നു. നേരത്തെ മുംബൈയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലും നടുവിലിരിക്കുന്നത് ഷിൻഡെയാണ്. അപ്പൊ എന്തൊക്കെയാണ് നീക്കങ്ങൾ BJPയുടെ കേന്ദ്ര ആസ്ഥാനത്ത് നിന്ന്? സനോജ്, വളരെ വ്യക്തമായിട്ടുള്ള സന്ദേശം തന്നെയാണ് BJP ഇതുവഴി നൽകുന്നത്. കാരണം BJP ഒറ്റക്കെട്ടായിട്ട്, അതായത് മഹായുതി സഖ്യം ഒറ്റക്കെട്ടായി തന്നെ മുന്നോട്ട് പോകും. ഇപ്പോൾ JP നഡ്ഡയും അതേപോലെ നേരത്തെ അമിത്ഷായും ഈ കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞത്. കാരണം ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകും സഖ്യം. അതായത് അതുകൊണ്ട് തന്നെ BJPയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി വേണമെന്നൊരു കാര്യത്തിൽ BJP കേന്ദ്രത്തിൽ ചിന്തയുണ്ട്. അത് പക്ഷേ അത് ഷിൻഡെയും അതേപോലെ അജിത് പവാറിനെ പിണക്കിക്കൊണ്ട് ആവരുത് എന്നൊരു സന്ദേശവും കൂടി നൽകുന്നു. കാരണം BJPയെ സംബന്ധിച്ചിടത്തോളം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഹരിയാനയ്ക്ക് ശേഷം പിടിച്ചു നിൽക്കാൻ പറ്റുന്ന വലിയൊരു സംസ്ഥാനം ലഭിച്ചിരിക്കുകയാണ്. അതിലും അതല്ല, ലാൻഡ് സൈഡ് വിക്ടറി ലഭിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഒരു ആഘോഷത്തിലാണ് BJP ഇന്നിപ്പോൾ. നമുക്കതിൻ്റെ ആഘോഷങ്ങൾ കേൾക്കാൻ കഴിയും. ഏതായാലും മഹായുതി സഖ്യത്തിൻ്റെ ഒരു വിജയം അത് എങ്ങനെയായിരിക്കും നാളെ അല്ലെങ്കിൽ തിങ്കളാഴ്ച നടക്കുന്ന പാർലമെൻറ്റിലേക്ക് പ്രകീർത്തിപ്പെടുക, അല്ലെങ്കിൽ പാർലമെൻറ്റിൽ എങ്ങനെയായിരിക്കും അത് പ്രതിഫലിക്കുക എന്ന കാര്യം നമുക്ക് പറയേണ്ടി വരും. കാരണം ജാർഖണ്ഡിലെ ഒരു തോൽവിയും അത് BJPക്ക് ഉള്ളിലൊരു മുള്ളായി തന്നെ കിടക്കുകയാണ് സനോജ്. ഇത് സംബന്ധിച്ച ഒരു ധാരണ അല്ലെങ്കിൽ അതിനൊരു വിശകലനം നടക്കും എന്ന കാര്യം ഉറപ്പാണ്. എന്നാലും മഹാരാഷ്ട്രത്തെ വിജയം വളരെ വലിയൊരു വിജയമായി വരച്ചു കാട്ടാനാണ് BJP ശ്രമിക്കുന്നത്. ഇന്ന് BJP ആസ്ഥാനത്ത് ഇപ്പോൾ നടക്കുന്ന ഈ ഉത്സവമേളങ്ങളുടെയും ഈ മഹായുതിയുടെ വിജയത്തെ BJPയുടെ വിജയമാക്കി കാണിക്കാനുള്ളതാണ്. ട്രംപിന് ശേഷം ഒരു തെരഞ്ഞെടുപ്പിൽ ലഭിക്കുന്ന ഏറ്റവും വലിയ വിജയം എന്നാണ് BJP വക്താവ് നേരത്തെ നരസിംഹൻ മാധ്യമങ്ങളോട് പറഞ്ഞത്. ഏതായാലും ഈ തരത്തിലാണ് BJP വിജയത്തെ കൊണ്ടാടുന്നത്. ജാർഖണ്ഡിലെയും അതേപോലെ തന്നെ മഹാരാഷ്ട്രയിലെയും വിജയം ദേശീയ രാഷ്ട്രീയത്തിലുള്ള മാറ്റങ്ങളായിരിക്കും നമ്മളിനി കാണേണ്ടത്. അത് തിങ്കളാഴ്ച തന്നെ ഇത് സംബന്ധിച്ചിട്ടുള്ള നമുക്ക് അറിയാൻ കഴിയും. പാർലമെന്റിൽ എങ്ങനെയായിരിക്കും ഈ വിജയങ്ങൾ, അല്ലെ മഹായുതിയുടെ വിജയം ശരത്ത്, അതുപോലെ തന്നെ അതായത് ഈ മുഖ്യമന്ത്രി പദം സംബന്ധിച്ച കാര്യത്തിലുള്ള കാരണം ആകെ ഇനി വളരെ കുറച്ച് സമയം മാത്രമാണുള്ളത്. കാരണം 26-ന് മന്ത്രിസഭ രൂപീകരിക്കപ്പെടണം മഹാരാഷ്ട്രയെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കണം. അപ്പോൾ മുഖ്യമന്ത്രി പദം സംബന്ധിച്ച് പലതരത്തിലുള്ള നേതാക്കളുടെ പലതരം പ്രസ്താവനകൾ വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇക്കാര്യം സംബന്ധിച്ച് കൂടുതലായിട്ടുള്ള ഒരു വിശദാംശങ്ങൾ അല്ലെങ്കിൽ കൂടുതൽ ഈ ചർച്ചകളിൽ ഒരു ഏകദേശ ധാരണയിലേക്ക് എത്തുന്ന സാഹചര്യം ഇപ്പോൾ ഉണ്ടോ? അതായത് രാജ്നാഥ് സിംഗ് നേരത്തെ മാധ്യമപ്രവർത്തകരെ കണ്ടപ്പോൾ ഓഫ് ദി റെക്കോർഡായി പറഞ്ഞത് ഇക്കാര്യങ്ങളിലൊക്കെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് തീരുമാനമെടുക്കും. അമിത്ഷായും കൂടി കൂടിയാലോചിച്ച് പാർലമെന്ററി പാർട്ടി യോഗത്തിലായിരിക്കും മഹായുതി സഖ്യത്തിൽ ആരായിരിക്കും മുഖ്യമന്ത്രി തീരുമാനിക്കുക. BJPയെ സംബന്ധിച്ചിടത്തോളം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ BJPയിലെ ഒരു ഓപ്പറേഷൻ, ഒരു ലളിതമായ ഓപ്പറേഷനിലൂടെ BJPക്ക് മുഖ്യമന്ത്രി ഉണ്ടാവുക എന്നൊരു ലക്ഷ്യത്തിലേക്കാണ് ഇപ്പോൾ നീങ്ങുന്നത്. അത് പ്രധാനമന്ത്രി തന്നെ നേരിട്ടൊരു തീരുമാനമെടുക്കും എന്ന് പറയുന്നത് തന്നെ ആ ഒരു നേതൃത്വ മാറ്റം ഉണ്ടാവും. ഷിൻഡെ ആയിരിക്കില്ല മുഖ്യമന്ത്രി എന്നൊരു സൂചന നൽകുന്ന വാക്കുകളാണ് രാജ്നാഥ് സിംഗിൻ്റെ ഭാഗത്ത് വന്നത്. എന്നാൽ ഷിൻഡെ ഉടനടി മാറ്റുമോ, അല്ലെങ്കിൽ ഷിൻഡെ ഒരു 6 മാസത്തോ അല്ലെങ്കിൽ 1 വർഷത്തോ കാലാവധിക്ക് ശേഷം മാറ്റുമോ എന്ന കാര്യത്തിൽ മാത്രമാണ് ഇപ്പോൾ BJPയിൽ ചിന്ത നടക്കുന്നത്. ഏതായാലും ഇക്കാര്യത്തിൽ BJPയുടെ തീരുമാനം ഇന്ന് രാത്രിയോടെ തന്നെ എടുക്കുമെന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. അതുകൊണ്ട് തന്നെയാണ് പ്രധാനമന്ത്രി അടക്കമുള്ള ഉന്നത നേതാക്കൾ BJP ഓഫീസിലെത്തുകയും ഇവിടെ രാജ്നാഥ് സിംഗും അതുപോലെ അമിത്ഷായും അതുപോലെ JP നഡ്ഡയുമുണ്ട്. പാർലമെന്ററി ബോർഡിലെ പ്രധാനപ്പെട്ട നേതാക്കളുണ്ട്. സ്വാഭാവികമായിട്ടും ഇന്ന് രാത്രി തന്നെ ഈ പൊതു സമ്മേളനം അല്ലെങ്കിൽ ഈ BJP പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത ശേഷം വളരെ ആവേശത്തിൽ തന്നെയാണ് BJP നേതാക്കൾ ഇപ്പോൾ ഉള്ളത്, പ്രവർത്തകരുള്ളത്. എന്തായാലും BJPയുടെ ദേശീയ ആസ്ഥാനത്ത് വലിയ ആഘോഷം തന്നെയാണ്. പ്രധാനമന്ത്രി നേരിട്ട് ആ ആഘോഷത്തിൽ പങ്കെടുക്കുന്നു, പ്രവർത്തകരെ അഭിസംബോധന
അഭിസംബോധന ചെയ്യുന്നു. നമുക്ക് ഈ സമയത്ത് ഇന്ത്യ സഖ്യത്തിനും കൂടി സന്തോഷം നൽകുന്നത് ഒരുപക്ഷെ ജാർഖണ്ഡിലെ ആ വിജയമാണ്. മാത്രമല്ല ഈ മഹാരാഷ്ട്രയിൽ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്ന രീതിയിൽ അതിന്റെ വിജയാഘോഷത്തെ നിലനിർത്തേണ്ടത് ബിജെപിയുടെ ആവശ്യം കൂടിയാണ്. കാരണം ജാർഖണ്ഡിൽ വലിയ തിരിച്ചടി അവർക്ക് അത്തരം ഒരു സംഭവം നടന്നിട്ടില്ല എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലാണ് ബിജെപിയുടെ ആഘോഷം എന്ന് മനസ്സിലാക്കുന്നു. പക്ഷെ നമുക്ക് അങ്ങനെ മാറിപ്പോകാൻ പറ്റില്ല. ജാർഖണ്ഡിലേക്ക് കൂടി ഒന്ന് പോകാം. തീർച്ചയായിട്ടും എക്സിറ്റ് പോൾ ഫലങ്ങളെ കാറ്റിൽ പറത്തുന്ന വിജയമാണ് ജാർഖണ്ഡിൽ JMM സഖ്യം നേടിയത്. 81 സീറ്റുകളിൽ 34 സീറ്റ് JMM നേടിയപ്പോൾ സഖ്യകക്ഷിയായ കോൺഗ്രസ് 16 സീറ്റ് നിലനിർത്തി. ബിജെപിക്ക് നേടാനായത് 21 സീറ്റ് മാത്രം. വിദ്വേഷ രാഷ്ട്രീയം മുൻനിർത്തി പ്രചാരണം നയിച്ച ബിജെപിക്ക് വലിയ തിരിച്ചടിയാണ് ജാർഖണ്ഡ് ഫലം. ജാർഖണ്ഡിലും പയറ്റാൻ ശ്രമിച്ച BJPക്ക് പണി പാളി. ആദിവാസി മേഖലയിൽ മുസ്ലിം വിരുദ്ധ രാഷ്ട്രീയമുയർത്തിയുള്ള BJP പ്രചാരണം ഫലം കണ്ടില്ല. ലവ് ജിഹാദും ഭൂമിയിടപാടുകളെയും പരാമർശിച്ച് അമിത്ഷായും അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയും നടത്തിയ വിദ്വേഷ പ്രസംഗങ്ങൾക്ക് ഹേമന്ത് സോറൻ പറഞ്ഞ മറുപടി തന്നെ വോട്ടർമാരും BJPയോട് പറഞ്ഞു. ആദിവാസികളെ വിഡ്ഢികളാക്കരുത്. ജാർഖണ്ഡിൽ 1.29 കോടി സ്ത്രീ വോട്ടർമാരുള്ളതിൽ 45 ലക്ഷം സ്ത്രീകൾക്കാണ് ഹേമന്ത് സോറൻ സർക്കാരിന്റെ മയ്യ സമ്മാൻ യോജന വഴി ആനുകൂല്യം ലഭിച്ചത്. ഇവർ JMM വിജയത്തിൽ പ്രധാന പങ്ക് വഹിച്ചെന്നു കരുതാം. ജാർഖണ്ഡിലെ ആദിവാസികളുടെ പ്രശ്നങ്ങൾക്കൊപ്പം നിന്നതും ഹേമന്ത് സോറന് തുണയായി. ബർഹൈദ് മണ്ഡലത്തിൽ തുടക്കം മുതൽ ലീഡ് നിലനിർത്തിയ ഹേമന്ത് സോറൻ 39,791 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചത്. മുൻ AJSU നേതാവായ BJPയുടെ ഹെബ്രും വലിയ പരാജയം ഏറ്റുവാങ്ങി. ഷിബു സോറന്റെ 2 മരുമക്കൾ 2 പാർട്ടിക്ക് വേണ്ടി ഇറങ്ങിയപ്പോൾ JMMന്റെ കൽപ്പന സോറൻ ഖണ്ഡിയിൽ 20,000-ഓളം വോട്ടിന് ജയിച്ചു. BJPയുടെ സീതാ സോറൻ പരാജയപ്പെട്ടു. ഹേമന്ത് സോറന്റെ സഹോദരൻ ബസന്ത് സോറൻ ധുംകയിൽ BJPയുടെ സുനിൽ സോറനെ 14,588 വോട്ടുകൾക്ക് തോൽപ്പിച്ചു. BJPക്ക് വേണ്ടി സരേഗല്ലയിൽ മത്സരിച്ച ചമ്പൈ സോറൻ വിജയിച്ചെങ്കിലും മകൻ ബാബുലാൽ സോറന് തിരിച്ചടി നേരിട്ടു. ധൻവാറിൽ മുൻ മുഖ്യമന്ത്രി ബാബുലാൽ മറാണ്ടി ജയിച്ചു. കഴിഞ്ഞ തവണ 83,000 ഭൂരിപക്ഷത്തിൽ സില്ലി മണ്ഡലത്തിൽ ജയിച്ച സുധേഷ് മഹോദോയ്ക്ക് തിരിച്ചടി നേരിട്ടു. JMMന്റെ ആധിപത്യമാണ് തുടക്കം മുതൽ സില്ലയിൽ കാണാനായത്. റാഞ്ചിയിൽ JMM സ്ഥാനാർത്ഥി മഹുവ മാജിക്കും തിരിച്ചടി നേരിട്ടു. BJPയുടെ ചന്ദേശ്വർ പ്രസാദ് സിംഗ് ജയിച്ചു. JDU നേതാവ് സരിയു റോയ് ജംഷഡ്പൂർ വെസ്റ്റിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി ബന്ന ഗുപ്തയെ പരാജയപ്പെടുത്തി. ജംഷഡ്പൂർ ഈസ്റ്റിൽ BJPയുടെ പൂർണിമ ദാസ് സാഹു ജയിച്ചു. ജഗന്നാഥ്പൂരിൽ കോൺഗ്രസ് നേതാവായ സോനാറാം സിംഗു BJP സ്ഥാനാർത്ഥി ഗീത കോഡയെ തോൽപ്പിച്ചു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ലിബറേഷൻ ആദ്യമായി ജാർഖണ്ഡിൽ 2 സീറ്റുകൾ നേടി. നിർസയിൽ അരൂപ് ചാറ്റർജിയും സിന്ദ്രിയിൽ ചന്ദ്രദേവ് ബഹാദോയും. 2019 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 30 സീറ്റുകളാണ് JMM നേടിയത്. കോൺഗ്രസ് 16ഉം BJP 25ഉം. ഇത്തവണ ഇത് നിലനിർത്തിയെന്ന് മാത്രമല്ല, ജാർഖണ്ഡിൽ തിളക്കമുള്ള വിജയം നേടി. നാഷണൽ ഡെസ്ക് ന്യൂസ് മലയാളം. സനോജ്, എന്തായാലും ജാർഖണ്ഡിൽ ഇന്ത്യ സഖ്യത്തിന് ആകെ തന്നെ ഒരു തിളക്കമുള്ള വിജയമാണ്. പ്രത്യേകിച്ച് ഇടതുപക്ഷത്തിന് പോലും 2 സീറ്റുകൾ ലഭിച്ചു എന്നൊക്കെ പറയുന്നത് ആ തരത്തിൽ അത് വിദ്വേഷ രാഷ്ട്രീയത്തോട് ജാർഖണ്ഡ് ഒന്നാകെ തന്നെ തിരിച്ചടി തരുന്ന തരത്തിലാണ് ആ ഒരു വിജയമുണ്ടായത് എന്ന് എടുത്തു പറയണം. അതോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, എനിക്ക് തോന്നുന്നു നാഷണൽ ഡെസ്കിൽ നിന്ന് ഇപ്പോൾ അഗസ്റ്റിൻ സെബാസ്റ്റ്യൻ ചേരുകയാണ്. അഗസ്റ്റിൻ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി തോന്നിയത് ഒരുപക്ഷെ ഈ വിദ്വേഷ രാഷ്ട്രീയത്തിന്റെ ഭാഗമായുള്ള പ്രചാരണം വിജയിച്ചില്ല എന്നത് മാത്രമല്ല, അതോടൊപ്പം ED ഉപയോഗിച്ചുള്ള ആ തരത്തിലുള്ള ഒരു ഭീഷണി കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അതൊക്കെ മറികടക്കുമ്പോൾ തന്നെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടത്തിയ ചില പദ്ധതികൾ, ആ പദ്ധതികൾ തന്നെയാണോ ഈ പ്രത്യേകിച്ച് പിന്നാക്ക മേഖല ഏറ്റവും കൂടുതലുള്ള ഒരു സംസ്ഥാനത്ത് ഇത്തരത്തിലൊരു വിജയം തുടർച്ചയായി വീണ്ടും കൊണ്ടുവരാൻ JMMന് സാധിച്ചത്? രുചിഷ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ BJP അത് വളരെ കൃത്യമായൊരു ലക്ഷ്യം മുന്നോട്ട് വെച്ചിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ BJP ജാർഖണ്ഡിൽ പ്രവർത്തിക്കാൻ ഇറങ്ങുന്നത് തന്നെ. ഇപ്പം പ്രധാനമന്ത്രി മഹാരാഷ്ട്ര വിജയം അഭിനന്ദിച്ചുകൊണ്ട് നടത്തുന്ന പ്രസംഗം നമ്മൾ കേട്ടു. അതിൽ രാജ്യത്തെ മറ്റ് തെരഞ്ഞെടുപ്പുകളൊക്കെ തന്നെ മഹാരാഷ്ട്രയിലെ വിജയത്തെ അഭിനന്ദിക്കുന്നതിനോടൊപ്പം തന്നെ രാജ്യത്തെ മറ്റ് ഉപതെരഞ്ഞെടുപ്പുകളിലെ BJPയുടെ വിജയം പറയുമ്പോഴും ജാർഖണ്ഡ് പോലുള്ളൊരു തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് പറയാതെ വിടുന്നു. അങ്ങനെ പറയാതെ വിടേണ്ടി വന്ന ഈ 2024 ഇപ്പോൾ നടന്ന തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പൊളിറ്റിക്കലായിട്ടുള്ള തെരഞ്ഞെടുപ്പായിരുന്നു ജാർഖണ്ഡിലേതെന്ന്
എന്ന് തന്നെ പറഞ്ഞുകൊണ്ട് വേണം ജാർഖണ്ഡിന്റെ തെരഞ്ഞെടുപ്പിനെ നമുക്ക് ഇപ്പോൾ സമീപിക്കേണ്ടത്. പ്രധാനമായും ഇൻഫിൽട്രേഷൻ എന്ന് പറയുന്ന ഒരു മുദ്രാവാക്യം എന്ന് പറയുന്ന ഒരു ക്യാമ്പയിനാണ് BJP ജാർഖണ്ഡിൽ മുന്നോട്ട് വെച്ചത്. നമുക്കറിയാം, ഒരു ഗോത്ര സംസ്ഥാനമായ ജാർഖണ്ഡിൽ JMM പോലുള്ള ഒരു ഗോത്രവർഗക്കാരുടെ ആധിപത്യമുള്ള പാർട്ടി അവരെ പ്രതിനിധീകരിക്കുന്ന ആ പാർട്ടി അതിനെ അധികാരത്തിൽ നിന്ന് ഒഴിവാക്കുക. BJPക്ക് അങ്ങനെ ആ രാഷ്ട്രീയ അധികാരം മറ്റ് സംസ്ഥാനങ്ങളിൽ എങ്ങനെയാണോ അവർ പ്രവർത്തിക്കുന്നത് അങ്ങനെ അവിടെ നിലനിൽക്കുന്ന ഏറ്റവും പ്രബലമായ ഒരു അധികാര സംവിധാനത്തെ, സ്വാധീന സംവിധാനത്തെ ഒഴിവാക്കിക്കൊണ്ട് കടന്നു വരിക എന്ന രീതിയാണ് ജാർഖണ്ഡിലും അവർ പ്രയോഗിക്കാൻ നോക്കിയത്. അങ്ങനെ ബംഗ്ലാദേശിൽ നിന്ന് ഉള്ള ആളുകളുടെ കുടിയേറ്റക്കാരുടെ അല്ലെങ്കിൽ റോഹിംഗ്യക്കാരുടെ കുടിയേറ്റം ഇതൊക്കെ തന്നെയും ജാർഖണ്ഡിലെ ആളുകളുടെ സമാധാന ജീവിതത്തെ തടസ്സപ്പെടുത്തും. അത്തരത്തിലുള്ളൊരു ഭയം നിറച്ചുകൊണ്ട് വോട്ട് നേടാനുള്ള ശ്രമമാണ് മുഖ്യമായും. അതായിരുന്നു പ്രധാനപ്പെട്ട BJPയുടെ ക്യാമ്പയിൻ. ആ ക്യാമ്പയിൻ പരാജയപ്പെടുന്ന കാഴ്ചയാണ്. നമുക്ക് മഹാരാഷ്ട്ര ഇലക്ഷനോ മറ്റേതെങ്കിലും ഉള്ള തെരഞ്ഞെടുപ്പുകളെയൊക്കെ വിലയിരുത്തുന്നതിന് അധികമായി എന്തുകൊണ്ട് ഇതിനെ രാഷ്ട്രീയമായി കാണണം എന്നത് ഈ ക്യാമ്പയിൻ, ഈ സമാനമായ ക്യാമ്പയിൻ, നേരത്തെ ശ്രീജിത്ത് പറഞ്ഞതുപോലെ ഒരുമിച്ച് നിന്നില്ലെങ്കിൽ നാം വീഴും എന്നതടക്കമുള്ള യോഗി ആദിത്യനാഥ് അടക്കമുള്ളവർ നടത്തിയ പ്രസംഗത്തിലെ ഉയർത്തിയിട്ടുള്ള പോലുള്ള സ്ലോഗൻസ് അവിടെ അടിത്തട്ടിൽ അത് പ്രവർത്തിക്കുമെന്ന് BJP കരുതിയെങ്കിൽ അത് പരാജയപ്പെടുകയാണ് ഉണ്ടായതെന്നാണ് വിചാരിക്കുന്നു. അതായത് JMM ഒരു ചെറിയ മീനല്ല എന്ന് തെളിയിക്കുന്നു. വീണ്ടും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഹേമന്ത് സോറൻ ജയിലിൽ പോയ ഹേമന്ത് സോറൻ അല്ല ജയിലിൽ നിന്ന് പുറത്തു വന്ന ഹേമന്ത് സോറൻ എന്ന് തന്നെ പറയേണ്ടി വരും, അല്ലേ? തീർച്ചയായും ഹേമന്ത് സോറൻ, അതായത് ED ഉപയോഗിച്ചിട്ടുള്ള ഒരു നീക്കം ഹേമന്ത് സോറനെ ജയിലിലേക്ക് അയക്കുന്നു. ഹേമന്ത് സോറൻ ജയിലിലായിരിക്കെ ഇവിടെ JMMൽ പിളർപ്പുണ്ടാക്കാനുള്ള ശ്രമം നടക്കുന്നു. അങ്ങനെ JMM എന്ന് പറയുന്ന ഒരു സംവിധാനത്തെ, അതിൻ്റെ ജാർഖണ്ഡിലെ ഏറ്റവും നിർണായകമായ ഒരു അധികാര ശക്തിയായി നിൽക്കുന്ന JMMനെ തകർക്കാനോ പിളർത്താനോ ഉള്ള ശ്രമം മറ്റ് സംസ്ഥാനങ്ങളിലേതുപോലുള്ള ശ്രമമാണ് നടത്തിയത്. അതേസമയം ഹേമന്ത് സോറൻ, നേരത്തെ ഇപ്പോൾ സനോജ് സൂചിപ്പിച്ചതുപോലെ, ഹേമന്ത് സോറൻ ജയിലിൽ നിന്ന് പുറത്തു വരുമ്പോൾ സംഭവിക്കുന്നത് ജയിലിൽ നിന്ന് പുറത്തു വന്ന ഹേമന്ത് സോറൻ ജയിലിൽ പോയ ഹേമന്ത് സോറനേക്കാൾ കരുത്തനായ ഹേമന്ത് സോറനായി മടങ്ങി വരികയും അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് മുന്നിൽ വരികയും അത് തീർച്ചയായും അതൊരു പ്രസ്റ്റീജിയസ് തെരഞ്ഞെടുപ്പ് എന്ന നിലയ്ക്ക് തന്നെ ഹേമന്ത് സോറനും JMMനും അതിനെ കാണേണ്ടി വരുന്നു. ഈ തെരഞ്ഞെടുപ്പ് അവരെ സംബന്ധിച്ചിടത്തോളം അക്ഷരാർത്ഥത്തിൽ ജീവൻ മരണ പോരാട്ടം എന്ന് തന്നെ പറയേണ്ടി വരും. തിരിച്ചു വരാം സബാൻ. ഇതിനകത്ത് രുചിഷ് ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത നമ്മൾ ഉച്ചയ്ക്കുള്ള ചർച്ചയിൽ നമ്മൾ പറഞ്ഞിരുന്നതാണ്. അതായത് ജാർഖണ്ഡിൻ്റെ ചരിത്രത്തിൽ, അതായത് ഒരു സംസ്ഥാന രൂപീകരണത്തിന് ശേഷമുള്ള അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പോളിംഗ് ഉണ്ടായ തെരഞ്ഞെടുപ്പാണ്. മറ്റൊന്ന് അവിടുത്തെ ആദിവാസി മേഖലകൾ ഉൾപ്പെടെ, അതായത് അവരുടെ കോർ ബെൽറ്റിലുള്ള മേഖലകളിലെല്ലാം തന്നെ വലിയ രീതിയിൽ JMMന് മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചിരിക്കുന്നു. പ്രധാനമായിട്ട് BJP കുറേ കാലങ്ങളായിട്ട്, പ്രത്യേകിച്ച് RSS കുറേ കാലമായിട്ട് വനവാസ കല്യാണം ഉൾപ്പെടെയുള്ള പദ്ധതികളുമായി ബന്ധപ്പെട്ടൊക്കെ ഈ വനമേഖലകളിൽ അല്ലെങ്കിൽ അവിടുത്തെ ആദിവാസി വിഭാഗങ്ങളിലെല്ലാം തന്നെ വലിയ രീതിയിലൊരു സ്വാധീനം ഉണ്ടാക്കാൻ ശ്രമിച്ചിരുന്നു. ഒപ്പം തന്നെ ഈ പറയുന്ന കോർ ബെൽറ്റായിട്ടുള്ള അവിടുത്തെ അടിസ്ഥാനപരമായിട്ടുള്ള സന്താൾ പർഗാനാസ് ഉൾപ്പെടെയുള്ള മേഖലകളെ പുറത്തുള്ള നഗര കേന്ദ്രീകൃതമായിട്ടുള്ള, ഇപ്പം റാഞ്ചിയെ പോലുള്ള മേഖലകൾ, ധൻബാദ്, ധൻവാർ, ജംഷഡ്പൂർ പോലുള്ള ഖനി കമ്പനികൾ, ഫാക്ടറികൾ, ഇൻഡസ്ട്രിയൽ ഏരിയ അങ്ങനെയുള്ള മേഖലകളിൽ വലിയ രീതിയിലേക്ക് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് തൊഴിലാളികൾ വരുന്നു. അവർ അവിടെ വോട്ടർമാരായി മാറുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അതായത് അവരതിനെ കാണുന്നത് പുറത്തു നിന്നുള്ള മെയിൻലാൻഡിൽ നിന്നുള്ള, ഹിന്ദി ബെൽറ്റിൽ നിന്നുള്ള കൂടുതൽ ആളുകളുള്ള ഒരു സ്ഥലമായിട്ട് മാറുന്നു. അങ്ങനെ ഒരു മിക്സ് അവിടെ സംഭവിക്കുന്നു. ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ കൂടുതലായിട്ട് BJPക്ക് വലിയ സ്വാധീനം കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ള ഒരു വലിയ പ്ലാൻ അവിടെ നടപ്പാക്കിയിട്ടുണ്ടായിരുന്നു. ഈ പ്ലാനിൽ നിന്ന് ഇതെല്ലാം നടപ്പാക്കിയതിന് ശേഷം, പ്രത്യേകിച്ച് ഒരു അഴിമതി കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ഒരു മുഖ്യമന്ത്രി ഒരു റിമോട്ട് ആയിട്ട് അല്ലെങ്കിൽ ഒരു റിമോട്ട് കൺട്രോൾ ഭരണത്തിലേക്ക് ചമ്പൈ സോറിനെ നിയോഗിച്ച് ജയിലിലേക്ക് പോകുന്നു. ഇവിടെ പനീർസെൽവത്തെ ആക്കുന്ന ഒരു സാഹചര്യം പോലെ. അങ്ങനെയുള്ള ഒരാൾ തിരിച്ചു വരുമ്പം സ്വാഭാവികമായും ഈ പറയുന്ന ഫാക്ടേഴ്സ് എല്ലാം വർക്ക് ചെയ്യും. അതിനൊരു ആൻറ്റി ഇൻകംബൻസി സംഭവിക്കും. ഒരു ED കേസിൽ അറസ്റ്റിൽ അല്ലെങ്കിൽ ജയിലിലായ നേതാവിനെ ഇനി വേണമോ എന്നുള്ള പ്രശ്നം വരും. ഇങ്ങനെ നിരവധി പ്രശ്നങ്ങൾ, പ്രതിസന്ധികളെ, ചലഞ്ചുകളെ ഇന്ത്യ സഖ്യം, JMM, കോൺഗ്രസ് അവിടെ നേരിട്ടു. അത് നേരിട്ടിട്ടാണ് ഇത്രയും പ്രധാനപ്പെട്ട ഒരു സോറൻ മറുവശത്തേക്ക് പോവുകയും ചെയ്തു. അതെ, ചമ്പൈ സോറൻ BJPയിലേക്ക് ചേരുന്നു. അതിനു മുമ്പ് തന്നെ ബാബുലാൽ സോറൻ എന്ന് പറയുന്ന ചമ്പൈ സോറന്റെ മകനെ BJP കൊണ്ടുപോകുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ ഇത്തവണ ബാബുലാൽ സോറൻ തോറ്റു.
എന്നുള്ളൊരു സാഹചര്യം ഉണ്ടാകുന്നു. അതിൽ രഘുബർദാസ് എന്ന് പറയുന്ന മുൻ അവിടുത്തെ ഈ നോൺ ട്രൈബൽ ഏക മുഖ്യമന്ത്രിയായിട്ടുള്ള BJPയുടെ രഘുബർദാസിന്റെ മകൾ പൂർണിമാദാസ് ജയിച്ചിട്ടുണ്ട്. പക്ഷെ പല BJPയുടെ നേതാക്കളും പരാജയപ്പെട്ടിരിക്കുന്നു എന്നുള്ള സാഹചര്യമുണ്ട്. പക്ഷേ വലിയ മെഷീനറി ഉപയോഗിച്ചുകൊണ്ട് ഹേമന്ത് സോറൻ പറയുന്നത് വലിയ മെഷീനറി ഉപയോഗിച്ചുകൊണ്ട് എല്ലാതരം സംവിധാനങ്ങൾ എല്ലാ കേന്ദ്രമന്ത്രിമാർ, പ്രധാനമന്ത്രി, അമിത്ഷാ ഉൾപ്പെടെയുള്ളവർ വന്ന് സർക്കാരിനെതിരെയും പ്രത്യേകിച്ച് ചില വിഭാഗങ്ങൾക്കെതിരെ, ന്യൂനപക്ഷങ്ങൾക്കെതിരെയായിട്ടുള്ള വലിയ ഹെയ്റ്റ് ക്യാമ്പയിൻസ് നടത്തിയിട്ട് പോലും ജാർഖണ്ഡിൽ ജയിക്കുന്നു എന്ന് പറയുന്ന ഒരു പ്രത്യേകതയുണ്ട്. മറ്റൊന്ന് ഈ പറയുന്ന ML സംഘടനകൾ ഉൾപ്പെടെ അവിടെ ജയിക്കുന്നു. പക്ഷേ അതിൻ്റെ വേറൊരു ഭാഗം എന്ന് പറയുന്നത് ഖനി മേഖലകളിൽ, ഇൻഡസ്ട്രിയൽ മേഖലകളിൽ, പ്രത്യേകിച്ച് ജയമം ഉണ്ടായത് എന്ന് പറയുന്നത് ധൻബാദ് പോലുള്ള മേഖലകളിൽ പക്ഷേ അവർക്ക് തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്. ആ രീതിയിലാണ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, അല്ലെങ്കിൽ മോദി മഹാരാഷ്ട്രയെക്കുറിച്ച് ചരിത്ര വിജയം എന്ന് പറയുന്നുണ്ടെങ്കിൽ ജാർഖണ്ഡിനെ കുറിച്ച് ഒരു ഇന്ത്യയിലെ രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന വ്യക്തികൾ നിലയ്ക്ക് വേണമെങ്കിൽ നമുക്ക് ഒരു ചരിത്ര വിജയം എന്ന് പറയാം. പ്രത്യേകിച്ച് 43 മണ്ഡലങ്ങൾ മത്സരിച്ച് 34 ജയിക്കുകയാണ്. നേരത്തെ 30-ൽ നിന്ന് 4 സീറ്റുകളുടെ വർധനയുണ്ടാക്കുകയാണ്. ആ തരത്തിൽ എല്ലാ തരത്തിലും അവർക്കൊരു വളർച്ചയുണ്ടാകുന്ന, BJPക്ക് വലിയ തിരിച്ചടി നൽകുന്ന തരത്തിലുള്ള ഒരു വിജയം ഈ പ്രതിസന്ധികൾക്കിടയിലും അത് സാധിക്കുന്നു എന്ന് പറയുന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് മഹാരാഷ്ട്രയിലേക്ക് കൂടി ഒരിക്കൽ കൂടി പോയാൽ ഒരു ശ്രീജിത്ത് ബാലകൃഷ്ണൻ ചേരുകയാണ്. ശ്രീജിത്ത്, എന്തായാലും ഇനിയുള്ള ചോദ്യം 72 മണിക്കൂർ മാത്രമാണ്. ഈ ഒരു സമയം പരിശോധിച്ചാൽ നമുക്ക് ഇനി പുതിയ ഭരണം ഏൽക്കേണ്ട ഒരു സാഹചര്യമുള്ളത്. ഇപ്പോഴും ആരായിരിക്കും മുഖ്യമന്ത്രി എന്ന കാര്യത്തിൽ ഒരു തീരുമാനമില്ലാത്ത സാഹചര്യമുണ്ട്. പല നേതാക്കളും പല പേരുകൾ ആ തരത്തിൽ ഏക്നാഥിന്റെ തന്നെ തുടരണമോ അതോ നേരത്തെ ഉണ്ടായിരുന്നതുപോലെ BJP ദേവേന്ദ്ര ഫട്നാവിസിലേക്ക് എത്തുമോ, ആ തരത്തിലൊക്കെയുള്ള ചർച്ച വരുന്നു. പക്ഷേ പ്രധാനമന്ത്രി പോലും അല്പസമയം മുൻപ് സംസാരിക്കുമ്പോൾ ഏക്നാഥ് ഷിൻഡെയുടെ പേരാണ് എടുത്തു പറഞ്ഞ് നന്ദി പറയുന്നതും. രുചീഷ്, അക്കാര്യത്തിൽ ഇപ്പോൾ ഒരു ചർച്ചകൾ നടക്കുന്നത് നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ JP നദ്ദ ഇപ്പോൾ BJPയുടെ ദേശീയ അധ്യക്ഷനായി തുടരുകയാണ്. അദ്ദേഹം കേന്ദ്രമന്ത്രിയുമാണ്. അപ്പോൾ നദ്ദയെ മാറ്റി പകരം മറ്റൊരാളെ കൊണ്ടുവരുന്നതിനെ കുറിച്ച് BJP ദീർഘകാലമായി ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷവും ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ പകരം ഒരാളെ കിട്ടിയിരുന്നില്ല. ഇപ്പോൾ മഹാരാഷ്ട്രയെ ഒന്നാകെ കീഴ്പ്പെടുത്തിയ, മഹാരാഷ്ട്രയെ ഒന്നാകെ BJPയുടെ കൈവെള്ളയിലാക്കിയ ഒരാൾ എന്ന നിലയിൽ ഫട്നാവിസിനൊരു അവസരം BJPയുടെ ദേശീയ അധ്യക്ഷനായി കൊടുത്തുകൂടെ എന്ന ചർച്ച BJP നടക്കുന്നുണ്ട്. അതിന് 2 കാരണങ്ങളാണ്. ഒന്ന്, ഇപ്പോൾ തൽക്കാലം ശിവസേന, അതായത് ഏക്നാഥ് ഷിൻഡെ പിണക്കേണ്ടതില്ല. ഷിൻഡെയ്ക്ക് ഒരു തുടർച്ച, അതായത് ഇപ്പോൾ ഷിൻഡെയാണ് അധികാരത്തിലുള്ളത്, അദ്ദേഹം തന്നെയാണ് മുഖ്യമന്ത്രി പദത്തിലുള്ളതും, ഫട്നാവിസ് ഉപമുഖ്യമന്ത്രിയാണ്. അത് ആ ടൈം ഒന്ന് തുടരട്ടെ, ആ രൂപത്തിലുള്ള ചർച്ചകൾ ആ ടൈം തുടർന്ന് ഒരു ചെറിയ പീരീഡിന് ശേഷം അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ BJPയുടെ ഒരു അപ്രമാദത്തിലേക്കൊക്കെ കൊണ്ടുവരുന്ന രൂപത്തിൽ ഫട്നാവിസിന് അവസാനത്തെ ഒരു ടൈം കൊടുത്ത് BJP മഹാരാഷ്ട്രയെ ഭരിക്കുന്ന രൂപത്തിലേക്ക് കൊണ്ടുവരിക എന്നൊരു ചർച്ചയാണ് ഇപ്പോൾ നടക്കുന്നത്. അതായത് ഫട്നാവിസ് മഹാരാഷ്ട്രയിൽ നിന്ന് BJPയുടെ ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്ക് പോകുന്നു, പകരം ഷിൻഡെ തുടരുന്നു. അതോടൊപ്പം തന്നെ അപ്പോൾ അജിത് പവാറിനും ആ രൂപത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നില്ല. കാരണം ഫട്നാവിസ് തുടരുകയാണെങ്കിൽ, ഫട്നാവിസ് ആണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരികയെങ്കിൽ സ്വാഭാവികമായും അജിത് പവാറിനും ഏക്നാഥ് ഷിൻഡെയ്ക്കും ഒരു ചെറിയ നീരസം ഉണ്ടായിക്കൂടായികയില്ല. കാരണം അവരുടെ കൂടെ അധ്വാനത്തിന്റെ ഫലമാണ് ഇപ്പോഴത്തെ വിജയം എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷെ BJPക്ക് ആ അധ്വാനം കുറച്ച് കാണാനും കഴിയില്ല. കാരണം BJPയാണ് 122-ലധികം സീറ്റുകളുമായി ഏറ്റവും വലിയ ഒറ്റകക്ഷിയായിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായും BJPക്കാണ് ആ മുഖ്യമന്ത്രി പദം ലഭിക്കേണ്ടത്. പകരം ഫട്നാവിസിന് ഒരു കാര്യം കൂടെ ചോദിക്കുകയാണ്. അതായത് നമ്മളിപ്പം മോദിയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ BJPയുടെ കാര്യത്തിൽ ഏകദേശ ധാരണകൾ 2 ദിവസത്തിനുള്ളിൽ വരും എന്നുള്ളത് ഉറപ്പാണ്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട 2 ശക്തികൾ അല്ലെങ്കിൽ വലിയ പാർട്ടികൾ, വലിയ നേതാക്കളിൽ നിന്നുണ്ടായ പാർട്ടികളായ ശരത് പവാറിന്റെ NCPയുടെ തകർച്ച, ഒപ്പം തന്നെ ബാൽ താക്കറെ പോലെ ഒരാളുടെ അല്ലെങ്കിൽ ഉദ്ധവിലേക്ക് കൈവന്ന് ചേർന്ന ഒരു പ്രസ്ഥാനത്തിന് ഉണ്ടായിട്ടുള്ള തിരിച്ചടി, ഇത് രണ്ടും വലിയ രീതിയിൽ ഈ പറയുന്ന മറാത്ത മേഖലയിൽ അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മൾ വിദർഭ ഉൾപ്പെടെയുള്ള മേഖലകളിൽ അല്ലെങ്കിൽ പൂനെ ഉൾപ്പെടെയുള്ള താനെ ഉൾപ്പെടെയുള്ള അങ്ങനെയുള്ള എല്ലാ മേഖലകളിലും നാഗ്പൂർ ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങൾ അതിനകത്ത് വരുന്നുണ്ട്. അപ്പം ഈ രീതിയിലേക്കുള്ള ഒരു വലിയ തകർച്ച അപ്പുറത്ത് സംഭവിച്ചിരിക്കുന്നു. മഹാവികാസ് അഘാഡിയെ സംബന്ധിച്ച് എന്തൊക്കെ കാര്യങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത്, അതും കൂടെ ചർച്ച ചെയ്യപ്പെടേണ്ടെന്നാണ് തോന്നുന്നു അല്ലേ? തീർച്ചയായും. തീർച്ചയായും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരുപക്ഷെ ഇന്ത്യ സഖ്യത്തിലൊക്കെ വലിയ ചർച്ചകൾ ഉണ്ടാകാൻ പോവുകയാണ് ഇക്കാര്യമായിട്ട് ബന്ധപ്പെട്ട്. കാരണം കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഒരു മുന്നണിയാണത്. പക്ഷേ ഇത്തവണ ഉണ്ടായിട്ടൊരു തോൽവി അത് ശിവസേന ഉദ്ധവ് ഭാഗത്തായിരിക്കും ഏറ്റവും ഗുരുതരമായ അല്ലെങ്കിൽ വലിയ രൂപത്തിൽ ദീർഘകാല അടിസ്ഥാനത്തിൽ ബാധിക്കുക. കാരണം ഷിൻഡെ വിഭാഗം പിളർന്നതിന് ശേഷം ഉദ്ധവ് താക്കറെ മുഖ്യമന്ത്രിയാകും, ഉദ്ധവ് താക്കറയുടെ നേതൃത്വത്തിലായിരിക്കും ഇനി ഇന്ത്യ സഖ്യം മുന്നോട്ട് പോവുക എന്നൊക്കെയായിരുന്നു അവർ പ്രചരിപ്പിച്ചിരുന്നത്. പക്ഷേ നിലവിൽ ഇപ്പോൾ ഈ ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗത്തിനുണ്ടായ വലിയ തിരിച്ചടി
അവരെ എന്തായാലും തിരിച്ച് ചിന്തിക്കാൻ പ്രേരിപ്പിക്കും. കാരണം BJP ഉയർത്തിയ മുദ്രാവാക്യം, BJP ഇനി ഉയർത്താൻ പോകുന്ന മുദ്രാവാക്യം, ഇപ്പോൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്ന മുദ്രാവാക്യം യഥാർത്ഥ ശിവസേന ആര് എന്നുള്ളതാണ്. ആ യഥാർത്ഥ ശിവസേനയ്ക്കാണ് മറാത്ത അല്ലെങ്കിൽ മറാഠികൾ വോട്ട് ചെയ്തിട്ടുള്ളത്. അത് ഷിൻഡെ വിഭാഗമാണെന്നാണ് ഈ തെരഞ്ഞെടുപ്പ് തെളിയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഉദ്ധവ് വിഭാഗത്തിന് സ്വാഭാവികമായും പഴയ BJP ആയിട്ടുള്ള ചങ്ങാത്തത്തിലേക്ക് തിരിച്ചു പോകേണ്ടി വരുമോ എന്ന ചർച്ചകൾ ഉറപ്പായും ഉണ്ടാകും. കാരണം ഈ 18 സീറ്റുകളുമായി നിയമസഭയിൽ ഇരിക്കാൻ അവർ ഒരിക്കലും ആഗ്രഹിക്കുന്നുണ്ടാവില്ല. കാരണം ശിവസേനയെ സംബന്ധിച്ച് അധികാരമില്ലാത്ത ശിവസേന എല്ലാ കാലത്തും അവരുടെ ഒരു പ്രതിസന്ധിയിലായിരിക്കും. കാരണം അധികാരത്തിൽ തുടരാതെ ശിവസേനയ്ക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്, പ്രത്യേകിച്ച് മുംബൈയിൽ. കാരണം മുംബൈ സാമ്പത്തിക തലസ്ഥാനം കൂടിയാണ്, സമ്പത്തിന്റെ ക്രയവിക്രയം നടക്കുന്ന സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ശിവസേനയെ സംബന്ധിച്ച് അവരുടെ പഴയ ഹൈന്ദവതയിൽ ഊന്നി അല്ലെങ്കിൽ മറാത്ത ഭാഗത്തിൽ ഊന്നി BJPയുമായി കൈകോർക്കുക എന്ന രൂപത്തിലേക്കൊക്കെ ചിന്തകൾ അല്ലെങ്കിൽ ചർച്ചകൾ ഇപ്പോൾ തന്നെ ഉദ്ധവിന്റെ ക്യാമ്പിൽ ഉണ്ടായിട്ടുണ്ടാകും. ഈ 18 MLA-മാരിൽ ആരൊക്കെ ഇനിയിപ്പോ മന്ത്രിസഭ രൂപീകരിക്കുന്ന ഷിൻഡെക്കൊപ്പം പോകുമെന്ന് പറയാൻ കഴിയില്ല. കാരണം ഈ ഉദ്ധവിന്റെ ഗ്രൂപ്പിൽ നിന്ന് തന്നെ ആളുകളെ കൊണ്ടാണ് ഷിൻഡെ പോയിരുന്നത്. ആ 38 MLA-മാർ ഇപ്പോൾ 55 MLA-മാരായി മാറിയിട്ടുണ്ട്. അതിൽ ഈ 18 MLA ഇപ്പോൾ ഉദ്ധവിന്റെ കൂടെയുള്ള 18 MLA-മാരിൽ ആരൊക്കെ ഷിൻഡെക്കൊപ്പം പോകുമെന്ന് ഇപ്പോൾ പറയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഒരുപക്ഷേ അതായത് അധികാരമില്ലാത്ത ശിവസേനയെ സംബന്ധിച്ചിടത്തോളം അധികാരമില്ലാത്ത ശിവസേനയെ സംബന്ധിച്ചിടത്തോളം വലിയ അരക്ഷിതാവസ്ഥ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം ആരൊക്കെയാണ് ഇനി അടർന്നു പോവുക എന്ന് പറയാൻ സാധിക്കില്ല. മറ്റൊന്ന്, തെരഞ്ഞെടുപ്പിൽ വലിയ ആരോപണങ്ങൾ കോൺഗ്രസ് ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നു. മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ പല മേഖലകളിലും കൃത്രിമത്വം സംഭവിക്കുന്നു, അല്ലെങ്കിൽ അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് BJP നൽകിയതും. ജാർഖണ്ഡിൽ ഇത് ബാധകമല്ലേ എന്ന ചോദ്യം ജാർഖണ്ഡിലും കേരളത്തിലും ജയിച്ചപ്പോൾ അപ്പൊ മെഷീന് പ്രശ്നമൊന്നുമില്ലല്ലോ അല്ലേ എന്നാണ് ഷിൻഡെ അതിന് തിരിച്ച് ചോദിച്ചിരിക്കുന്നത്. പക്ഷേ ജയറാം രമേശ് ഉൾപ്പെടെയുള്ളവർ, അതുപോലെ സംസ്ഥാന അധ്യക്ഷൻ നാനോ പട്ടോലെ ഉൾപ്പെടെയുള്ള നിരവധി നേതാക്കൾ ഈ വിഷയം ഉന്നയിച്ചിട്ടുണ്ട്. മറ്റൊന്ന്, ഒരു ആരോപണം വന്നത് അദാനി ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട ധാരാവിയിലെ ഭൂമി ഏറ്റെടുക്കൽ, പകരം ഉപ്പുപാടങ്ങൾ ധാരാവിയിൽ നിന്ന് ഒഴിപ്പിക്കുന്നവർക്ക് വേണ്ടി കൊടുക്കുന്നു, പകരം അവിടെ പണം ചെലവഴിച്ചത് അദാനിയാണ്. ആ തരത്തിൽ പണം ഒഴുക്കിയാണ് ഈ വിജയം. ഇങ്ങനെ കുറെ ആരോപണങ്ങളും വരുന്നുണ്ട് ഇതിന്റെ ഇടയിൽ. ശ്രീജിത്ത്, അതാണ് ചോദിച്ചത്. വലിയ തരത്തിൽ ഒരുപക്ഷെ ഈ സമയം ഈ പറയുന്ന ആരോപണങ്ങളെല്ലാം തന്നെ ഇത്തരത്തിൽ തോൽവി വരുമ്പോൾ സ്വാഭാവികമായും രാഷ്ട്രീയ നേതൃത്വത്തിന് അതിന് മറുപടി പറയേണ്ടതുണ്ട്. ആ തരത്തിൽ ഒരു ആരോപണമായി തന്നെയാണ് ഒരുപക്ഷെ നമ്മളിത് ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ കാണുന്നു. പക്ഷേ അതേ സമയം തന്നെ കോൺഗ്രസിന് ഒരുപക്ഷെ നേതൃത്വ തലത്തിൽ, ദേശീയ നേതൃത്വത്തിൽ ഒരുപക്ഷെ ഈ ഇന്ത്യ സഖ്യത്തെ നയിക്കുന്നത് കോൺഗ്രസ് ആണ്. ആ തരത്തിൽ നോക്കുമ്പോൾ നേരത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് നമ്മൾ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, അവസാന ഘട്ടം വരെ ഈ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ നിർണയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവസാന ഘട്ടത്തിലേക്ക് വയ്ക്കുന്ന തരത്തിൽ, അല്ലെങ്കിൽ പ്രചാരണത്തിൽ ഉണ്ടാകുന്ന ചില മെല്ലെപ്പോക്ക്. ഈ പ്രചാരണം പോലും പരിശോധിച്ചാൽ ഒരുപക്ഷെ രാഹുൽ ഗാന്ധിയൊക്കെ മഹാരാഷ്ട്രയിൽ നടത്തിയ റാലികൾ വെറും 7 റാലികൾ മാത്രമാണ്. പ്രധാനമന്ത്രി പോലും 10 റാലികൾ വന്നു. നമ്മൾ നേരത്തെ ചർച്ച ചെയ്തപ്പം ശ്രീജിത്തും അത് പറഞ്ഞിരുന്നു. അതായത് കോൺഗ്രസ് ഒരു വലിയ ബാർഗെയിനിങ്ങിന് നിൽക്കാത്ത ഒരു സാഹചര്യം മഹാരാഷ്ട്രയിൽ സൃഷ്ടിക്കപ്പെടണമായിരുന്നു എന്നുള്ള രീതിയിൽ ചർച്ച നമ്മൾ സംസാരിക്കുകയും ചെയ്തിരുന്നു. 6 സീറ്റ് വാശി പിടിച്ച് വാങ്ങി, അവിടെ 2 ഡസൻ മാത്രം സീറ്റിലേക്ക്. അതിനെക്കുറിച്ച് ശ്രീജിത്തിന് കൂടുതൽ പറയാൻ സാധിക്കും. നമ്മളത് നേരത്തെ ചർച്ച ചെയ്തിരുന്നു. അതായത് ഈ ഹരിയാന നമ്മൾ കണ്ടതാണ്. ഹരിയാനയിലെ ഒരു ഉദാഹരണം കോൺഗ്രസിന്റെ ഒരു പിടിവാശി എന്നുള്ള രൂപത്തിൽ. അതുകൊണ്ട് തന്നെ ഇന്ത്യ സഖ്യത്തിനുണ്ടായ പരാജയം, അതായത് ആം ആദ്മി പാർട്ടിയെ കൂടെ നിർത്താതെ, JJPയെ കൂടെ നിർത്താതെ കോൺഗ്രസ് മത്സരിച്ചു. ഒറ്റയ്ക്ക് ഇതെല്ലാം കൂടി കയ്യിലെടുത്ത് വിഴുങ്ങാം എന്നുള്ള രൂപത്തിൽ മത്സരിച്ചു. അങ്ങനെയാണ് ഹരിയാനയിലെ തോൽവി എന്ന രൂപത്തിൽ ചർച്ചകൾ വന്നിരുന്നു. ഹരിയാനയിലെ റിസൾട്ടും അങ്ങനെയായിരുന്നു. അത് തന്നെയാണ് മഹാരാഷ്ട്രയിൽ സംഭവിച്ചത്. അതായത് ഏതാണ്ട് 50 പേരാണ് വിമതന്മാരായിട്ട് ഈ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായിട്ട് പുറത്തേക്ക് വന്നത്. ഈ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിൽ വളരെ മുൻകൂട്ടി, അതായത് മഹാരാഷ്ട്രയിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ഉണ്ടാകുന്നു ഏതാണ്ട് ഒരു വർഷത്തിനിടയിൽ തന്നെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഹരിയാനയുടെ തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ ഈ ചർച്ചകൾ ഉണ്ടായിരുന്നതുമാണ്. പക്ഷേ അതിൽ നിന്നും മഹാരാഷ്ട്രയിൽ ഈ ഇന്ത്യ സഖ്യത്തിൽ അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന മുന്നണിയിൽ ആ ചർച്ചകൾ ഉണ്ടായില്ല. പകരം ഏറ്റവും അവസാന നിമിഷത്തേക്ക് ചർച്ചകൾ കൊണ്ടുപോയി 50-ലധികം ആളുകളാണ് ഇന്ത്യ സഖ്യത്തിൽ വിമതന്മാരായി മത്സരിക്കേണ്ടി വന്നത്. അതായത് എല്ലാ ശിവസേനയിലും, ശിവസേന ഉദ്ധവ് വിഭാഗത്തിലും, NCP ശരത് പവാർ വിഭാഗത്തിലും, കോൺഗ്രസിലും ആ പ്രശ്നമുണ്ടായി. കാരണം നേരത്തെ മുൻകൂട്ടി ചർച്ച ചെയ്യാതെ, അല്ലെങ്കിൽ കോൺഗ്രസ് തന്നെ ഏതാണ്ട് 100-ലധികം സീറ്റുകൾ മത്സരിക്കാൻ തയ്യാറെടുക്കുന്ന
ഒരു സാഹചര്യം വരുമ്പോൾ സ്വാഭാവികമായും ചർച്ചകൾ വഴിമുട്ടും, വിമതന്മാരുണ്ടാകും. ആ വിമതന്മാരെ ഉണ്ടാക്കാതെ നേരത്തെ തന്നെ മുൻകൂട്ടിയെ തീരുമാനിക്കുകയും ഇന്ത്യ സഖ്യത്തിൽ ആർക്കൊക്കെ സീറ്റുകൾ നേരത്തെ വിഭജിച്ചു കൊടുക്കണമെന്ന തീരുമാനമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ നില മാറുമായിരുന്നു. തർക്കങ്ങൾ സ്വാഭാവികമാണ്. പക്ഷേ ആ രൂപത്തിൽ കോൺഗ്രസ് അതിനകത്തൊരു ഒരു മേൽനോട്ടം എടുത്തിരുന്നില്ല എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. കാരണം നമുക്കറിയാം, കേരളത്തിൽ നിന്ന് രമേശ് ചെന്നിത്തല പോയിട്ടാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളൊക്കെ നടത്തിയത്. അദ്ദേഹം തന്നെ പലതവണ പറയുകയുണ്ടായി, ഞാൻ എല്ലാ മണ്ഡലങ്ങളിലും പോയി ഓരോരുത്തരെയും കണ്ടു, എന്നിട്ടാണ് പ്രശ്നങ്ങൾ പരിഹരിച്ചതെന്ന്. ആ പ്രശ്നങ്ങളൊന്നും പരിഹരിക്കപ്പെട്ടിട്ടില്ല. മാത്രമല്ല, ഇതിനൊപ്പം തന്നെ, അതായത് വിമതന്മാർക്കൊപ്പം കുറെ കൂടി സ്വതന്ത്രന്മാർ കൂടി വന്നുകൂടി വോട്ടുകൾ വിഭജിച്ചു പോയി. അത് കോൺഗ്രസിന് സ്വാധീനമുള്ള മേഖലകളിലായിരുന്നു സംഭവിച്ചത്. ഈ കോൺഗ്രസും BJP ഏറ്റവും കൂടുതൽ ഈ തെരഞ്ഞെടുപ്പിന് ഏറ്റവും വലിയ സവിശേഷത എന്ന് പറഞ്ഞാൽ BJP ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് കോൺഗ്രസുമായി നേരിട്ട് ഏറ്റുമുട്ടാനാണ്. കോൺഗ്രസുമായി നേരിട്ട് ഏറ്റുമുട്ടുമ്പോൾ സ്വാഭാവികമായും അവർക്ക് ജയിക്കാൻ കഴിയും എന്ന രൂപത്തിലാണ് BJP ആ സോഷ്യൽ എഞ്ചിനീയറിംഗും രാഷ്ട്രീയ തന്ത്രവും പയറ്റിയത്. അതായത് ശിവസേന ഉദ്ധവ് ഭാഗമായി ശ്രീജിത്ത്, അതായത് നമ്മൾ ഇതെല്ലാം പറയുമ്പോഴും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് BJPയുടെ, അതായത് വിദർഭ ഉൾപ്പെടെ മേഖലകളിൽ, അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന കർഷക മേഖലകളിൽ ഉൾപ്പെടെ അവർക്കുണ്ടായിട്ടുള്ള വോട്ട് ശതമാനത്തിന്റെ വളർച്ച, അതുപോലെ സീറ്റുകൾ കൂടുതൽ അവർക്ക് ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് പോസിറ്റീവായിട്ട് BJPക്ക് ഒരുപാട് കാര്യങ്ങൾ മഹാരാഷ്ട്രയുടെ ഈ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് 62 സീറ്റുകളൊക്കെ വിദർഭ മേഖലയിലൊക്കെ ഉണ്ടെങ്കിൽ അതിൽ 40-ന് മുകളിലേക്ക് സീറ്റ് പ്രത്യേകിച്ച് ഈ കർഷകർക്ക് വലിയ തിരിച്ചടി ഉണ്ടായ സാഹചര്യത്തിൽ ഭരിക്കുന്ന പാർട്ടിക്ക് നൽകുന്നു എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ വലിയ വീഴ്ചയാണ്. ആ തരത്തിൽ അത് ചർച്ചയാക്കാൻ പോലും കോൺഗ്രസിന് സാധിച്ചില്ലെന്ന് ഈ നിമിഷം പറയേണ്ടി വരും. ശ്രീജിത്ത്. തീർച്ചയായും. കാരണം വിദർഭ മേഖലയിൽ, വിദർഭ കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി കോൺഗ്രസിനും NCPക്കും വലിയ സ്വാധീനമുള്ള മേഖലയാണ്. ആ മേഖലയെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് മോദി അടക്കമുള്ള ആളുകൾ പ്രചരണം നടത്തിയത്. അവർ നടത്തിയ പ്രചരണം മുഴുവൻ വിജയിക്കുകയും ചെയ്തു. കർഷകർക്ക് സൗജന്യ വൈദ്യുതി എന്നുള്ള വാഗ്ദാനം, പരുത്തി സോയാബീൻ കർഷകർക്കുള്ള വാഗ്ദാനങ്ങൾ, ഇതെല്ലാം കർഷകർ ഏറ്റെടുക്കുകയായിരുന്നു. അതോടൊപ്പം തന്നെ ഈ മേഖലയിൽ വരുന്ന ഈ സ്ത്രീകളെ മുൻനിർത്തിക്കൊണ്ടാണ് അവർക്ക് 1500 രൂപ പ്രതിമാസം കൊടുക്കാം എന്നുള്ള ഒരു വാഗ്ദാനം പ്രകടന പത്രികയിൽ BJP മുന്നോട്ട് വെക്കുന്നത്. അതിനുശേഷമാണ് ഈ മഹാവികാസ് അഘാടി അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന സഖ്യം അതിനേക്കാൾ കൂടുതൽ തുക ഞങ്ങൾ നൽകാമെന്ന് വാഗ്ദാനം ചെയ്യുന്നത്. അവിടെ അവർ പരാജയപ്പെടുകയായിരുന്നു. കാരണം ഈ ഒരു വാഗ്ദാനം കൊടുക്കുമ്പോൾ ആ വാഗ്ദാനത്തെ ജനങ്ങൾ എങ്ങനെ എടുക്കുന്നു എന്നുള്ളതാണ്. അത് സ്ത്രീകളെ ലക്ഷ്യമിട്ടുകൊണ്ട്, കർഷകരെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള BJPയുടെ പ്രചരണം അത് വലിയ രൂപത്തിൽ അവർക്ക് ഗുണം ചെയ്തു. ആ മേഖല, അതായത് പ്രശ്നങ്ങൾ BJP ആയിരുന്നു ഏറ്റവും വലിയ പ്രശ്നങ്ങൾ ഈ കാലഘട്ടത്തിൽ നേരിട്ടിരുന്നത്. അതായത് സംവരണ പ്രശ്നം, പിന്നോക്ക വിഭാഗങ്ങളും BJP തമ്മിലുള്ള പ്രശ്നം, അതോടൊപ്പം തന്നെ നേരത്തെ രുചീഷ് പറഞ്ഞ പോലെ കർഷകർ നേരിട്ട പ്രശ്നം, വിളനാശം, സവാള, പരുത്തി, സോയാബീൻ, കരിമ്പ് കർഷകർ നേരിട്ട വലിയ പ്രശ്നങ്ങൾ. പക്ഷേ അതേ സർക്കാർ തന്നെ, ശ്രീജിത്ത്, അതേ സർക്കാർ തന്നെ 8 ലക്ഷത്തിന്റെ ടാക്സുമായി ബന്ധപ്പെട്ട നികുതി ഇളവ് 15 ലക്ഷം എന്നുള്ള രീതിയിലേക്ക് അതിന്റെ പരിധി മാറ്റുന്നു. അതുപോലെ മദ്രസ അധ്യാപകരുടെ ഉൾപ്പെടെയുള്ള വേതന വർധനവ്, ശമ്പളം പരിഷ്കരണം നടപ്പാക്കുന്നു. ഇതേ സർക്കാർ തന്നെ. മറ്റൊന്ന്, അജിത് പവാർ, ഷിൻഡെയും എല്ലാം അവരുടെ പ്രചരണങ്ങളിൽ അവരുടേതായിട്ടുള്ള രീതിയിൽ, അതായത് അവിടുത്തെ എല്ലാ വിഭാഗങ്ങളെയും യോജിച്ചുകൊണ്ട് കൊണ്ടുപോകണം എന്ന തരത്തിലേക്ക് സംസാരിക്കുകയും, അജിത് പവാർ പ്രത്യേകമായി യോഗി ആദിത്യനാഥിനെ പോലുള്ള നേതാക്കൾ ഡിവിസീവ് ആയിട്ടുള്ള ഒരു പൊളിറ്റിക്സ് പറയുന്നതിന്റെ ഒരു സാഹചര്യം ഞങ്ങളുടെ മണ്ഡലങ്ങളിൽ ആവശ്യമില്ല എന്ന തരത്തിലേക്ക് സംസാരിക്കുന്ന ഒരു ഒരേ സമയം എല്ലാ സ്ട്രാറ്റജിയും ഉപയോഗിച്ചു എന്നുള്ളതാണ്. ഏത് തരത്തിൽ വോട്ട് തങ്ങളുടെ പെട്ടിയിലേക്ക് കൊണ്ടുവരാം, ആ തരത്തിലെല്ലാം അത് ഉപയോഗിച്ചു. അതായത് BJPയുടെ സോഷ്യൽ എഞ്ചിനീയറിംഗ് വളരെ സക്സസ്ഫുള്ളി നടന്നിരിക്കുന്നു മഹാരാഷ്ട്രയെ സംബന്ധിച്ച്. ഒരേ സമയം ജനതയെ സംബന്ധിച്ച് ജാർഖണ്ഡിൽ അവരെ തല്ലുകയും മഹാരാഷ്ട്രയിൽ അവരെ ജനം തലോടുകയും ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യം എന്ന് വേണം. നമ്മളിപ്പോൾ കോൺഗ്രസിന്റെ പറഞ്ഞതുപോലെ ഈ ജാർഖണ്ഡ് പറഞ്ഞതുകൊണ്ടാണ് ജാർഖണ്ഡിൽ പോലും പല മണ്ഡലങ്ങളിലും സൗഹൃദ മത്സരം എന്ന പേരിൽ ഇന്ത്യ സഖ്യം മത്സരിച്ചിട്ടുണ്ട്. അത് തന്നെ തെളിയിക്കുന്നത് നിങ്ങൾക്ക് ഈ BJPയെ നിങ്ങൾ നേരിടാൻ തീരുമാനിക്കുകയാണെങ്കിൽ ഈ തരത്തിലായിരുന്നില്ല നിങ്ങൾ ഒരുങ്ങേണ്ടത് എന്നത് ഉറപ്പാണ്. അത് ജാർഖണ്ഡിൽ JMMന്റെ ഒരു ശക്തി. അതായത് ജാർഖണ്ഡിനെ കുറിച്ചുള്ള ഇപ്പൊ പുതിയ അനാലിസിസ് വന്നിരിക്കുന്നതിൽ പറയുന്നത് ജാർഖണ്ഡിൽ ഇന്ത്യ സഖ്യത്തിനുണ്ടായ വിജയം എന്ന് പറയുന്നത് JMMന്റെ നേതൃത്വത്തിൽ, അല്ലെങ്കിൽ അവരുടെ സ്ട്രാറ്റജിയിൽ അതിന് കൂടെ മാത്രമാണ് ഇന്ത്യ സഖ്യം നിന്നത്. ഇന്ത്യ സഖ്യം നേരിട്ട് തെരഞ്ഞെടുപ്പ് നയിച്ചതല്ല. അതിൻ്റെ ഒരു ഫലം കൂടെയാണ് JMMന്റെ ആ ശക്തിയുടെ, അല്ലെങ്കിൽ ഹേമന്ത് സോറൻ അവതരിപ്പിച്ച അവരുടെ സ്റ്റേറ്റ് പോളിസിയുടെ ഒരു റിസൾട്ടായിട്ടാണ് അവിടുത്തെ ഫലത്തെ കാണാൻ പറ്റൂ. അത് ഇന്ത്യ സഖ്യത്തിൻ്റെ അങ്ങനെ ആ രീതിയിലുള്ള ഒരു
ഒരു സ്ട്രെങ്ത്തിന്റെ ഭാഗമല്ല എന്നുള്ള തരത്തിലുള്ള അനാലിസിസുകൾ വന്നു തുടങ്ങി. തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ഈ മറ്റ് സംസ്ഥാനങ്ങളിലും 14 സംസ്ഥാനങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പുകൾ നടന്നിട്ടുണ്ട്. അവിടെയും ഈ സമാനമായി BJPക്ക് വലിയ മുന്നേറ്റം പല സംസ്ഥാനങ്ങളിലും ഉണ്ടാക്കി. അത് മാത്രമല്ല അതിലൊരു ഇപ്പോൾ കേരളം ഉൾപ്പെടെ 14 സംസ്ഥാനങ്ങളിലേക്ക് ഏതാണ്ട് 50ഓളം മണ്ഡലങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പുകൾ നടന്നു. അതിലൊന്ന് 2 ഒന്ന് വയനാടാണെങ്കിൽ മറ്റൊന്ന് മഹാരാഷ്ട്രയിലും ഒരു ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പുണ്ട്. ബാക്കിയെല്ലാം നിയമസഭാ ഉപതെരഞ്ഞെടുപ്പാണ്. പക്ഷേ ഇതിനകത്തൊരു കോമൺ ഫാക്ടർ എന്താണെന്ന് വെച്ചാൽ അതാത് സംസ്ഥാനങ്ങളിൽ, അതായത് കേരളത്തിലേത് മാറ്റി നിർത്തിയാൽ മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ ഭരണ കക്ഷിക്ക് വ്യക്തമായ മേൽക്കൈയുള്ള രീതിയിലാണ് അതിൻ്റെ ഫലങ്ങൾ വന്നിരിക്കുന്നത്. തീർച്ചയായും നമുക്ക് ആ റിപ്പോർട്ടോട് കൂടി ഈ ചർച്ച അവസാനിപ്പിക്കാം എന്ന് തോന്നുന്നു. ആ റിപ്പോർട്ടിലേക്ക് പോയാൽ രണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്കൊപ്പം 14 സംസ്ഥാനങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പ് വിധിയും ഇന്ന് പുറത്തുവന്നു. ബംഗാളിലും UPയിലും മികച്ച പ്രകടനമാണ് ഭരണകക്ഷികൾ പുറത്തെടുത്തത്. കർണാടകയിൽ കോൺഗ്രസ് മേധാവിത്വം ഉറപ്പിക്കുകയും ചെയ്തു. ഈ റിപ്പോർട്ടോടെ ഈ പ്രത്യേക ചർച്ച പൂർണ്ണമാവുകയാണ്. നമസ്കാരം. ജാർഖണ്ഡ്, മഹാരാഷ്ട്ര സംസ്ഥാനങ്ങളിലെ വോട്ടെണ്ണലിനിടെ കേരളം കൂടാതെ 13 സംസ്ഥാനങ്ങളിലെ നിയമസഭാ, ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പ് ഫലങ്ങൾ പുറത്തുവന്നപ്പോൾ ഭരണകക്ഷികൾക്ക് തന്നെയാണ് മേൽക്കൈ. 50 മണ്ഡലങ്ങളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ അതത് സംസ്ഥാനങ്ങളിലെ ഭരണകക്ഷികൾ നേട്ടമുണ്ടാക്കി. ഉത്തർപ്രദേശ്, രാജസ്ഥാൻ, അസം, ബീഹാർ, കർണാടക, പഞ്ചാബ്, മധ്യപ്രദേശ്, ഗുജറാത്ത്, ഛത്തീസ്ഗഡ്, ഉത്തരാഖണ്ഡ്, മേഘാലയ, സിക്കിം എന്നീ സംസ്ഥാനങ്ങളിൽ നിയമസഭയിലേക്കും മഹാരാഷ്ട്ര നന്ദേഡ് ലോക്സഭാ മണ്ഡലത്തിലേക്കുമാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. ഉത്തർപ്രദേശിൽ 9 ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. 9-ൽ 6 മണ്ഡലങ്ങളിലും BJP വിജയിച്ചു. 2 സീറ്റുകളിൽ SPയും 1 സീറ്റിൽ രാഷ്ട്രീയ ലോക്ദളും നേടി. എന്നാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഔദ്യോഗിക പ്രഖ്യാപനം വരാനുണ്ട്. UPയിലെ ഉജ്ജ്വല വിജയത്തിനു ശേഷം ഒരുമിച്ച് നിന്നാൽ സുരക്ഷിതരാകുമെന്ന വിവാദ പ്രസ്താവന വീണ്ടും ആവർത്തിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. അസത്യത്തിനൊരു കാലമുണ്ടാകും, ഒരു യുഗമുണ്ടാകില്ല എന്ന് അഖിലേഷ് യാദവും തിരിച്ചടിച്ചു. ഉത്തർപ്രദേശ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഉപതെരഞ്ഞെടുപ്പ് നടന്ന മണ്ഡലം. രാജസ്ഥാനിൽ 7 മണ്ഡലങ്ങളിൽ വോട്ടെണ്ണിത്തീരുമ്പോൾ 5 മണ്ഡലങ്ങളിലും BJP നേട്ടമുണ്ടാക്കി. RG കർ ആശുപത്രിയും ബലാത്സംഗ കൊലയും നിലനിൽക്കുമ്പോഴും ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് ആധിപത്യം നിലനിർത്തി. ഉപതെരഞ്ഞെടുപ്പ് നടന്ന 6 മണ്ഡലങ്ങളിൽ തൃണമൂൽ ഏകപക്ഷീയ വിജയം നേടി. 4 മണ്ഡലങ്ങളും നിലനിർത്തിയപ്പോൾ 2 പിടിച്ചെടുത്തു. അസമിലെ 5 മണ്ഡലങ്ങളിൽ 3 BJP മത്സരിച്ചത്. 3-ലും BJP മുന്നിൽ. ബീഹാറിൽ 4 മണ്ഡലങ്ങളിൽ 2 BJP വിജയിച്ചു. ഇമാംഗഞ്ചിൽ ഹിന്ദുസ്ഥാനി അവാം മോർച്ചയും ബേലാഗഞ്ചിൽ ജനതാദളുമാണ് മുന്നിൽ. കർണാടകയിലെ 3 മണ്ഡലങ്ങളിൽ ജനം വിധിയെഴുതിയപ്പോൾ കോൺഗ്രസ് ആധിപത്യമാണ് കാണുന്നത്. ഉപതെരഞ്ഞെടുപ്പ് നടന്ന മണ്ഡലങ്ങളിൽ 3 കോൺഗ്രസ് വിജയകൊടി പാറിച്ചപ്പോൾ BJP JDS സഖ്യത്തിന് തിരിച്ചടിയായി. ചന്നപ്പട്ടിയിൽ JDS 3ാം തലമുറ നേതാവും കുമാരസ്വാമിയുടെ മകനുമാണ് NDA ടിക്കറ്റിൽ മത്സരിച്ചത്. പക്ഷേ ജയിച്ചില്ല. പഞ്ചാബിൽ 4 മണ്ഡലങ്ങളിൽ 3 ആം ആദ്മി ആധിപത്യം ഉറപ്പിച്ചു. എന്നാൽ ബർണാലയിൽ മാത്രം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വിജയിച്ചു. മധ്യപ്രദേശിൽ ഓരോ മണ്ഡലങ്ങളിലായി കോൺഗ്രസും BJPയും ജയമുറപ്പിച്ചു. സിക്കിമിൽ 2 മണ്ഡലങ്ങളിലായി നടന്ന തെരഞ്ഞെടുപ്പിൽ സിക്കിം ക്രാന്തികാർ മോർച്ച വിജയിച്ചു. ഗുജറാത്ത്, ഉത്തരാഖണ്ഡ്, മേഘാലയ, ഛത്തീസ്ഗഡ് എന്നിവിടങ്ങളിൽ ഓരോ മണ്ഡലങ്ങളിലായിരുന്നു വോട്ടെടുപ്പ്. ഉത്തരാഖണ്ഡിൽ BJPയും നാഷണൽ പീപ്പിൾസ് പാർട്ടിയും, ഛത്തീസ്ഗഡിൽ BJPയും വിജയിച്ചു. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.